അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇണ്ട് വ്യാപാരത്തെ സക്കാത്ത് ബിസിനസ്സിൽ സക്കാത്തിനെ സംബന്ധിച്ചായിട്ട് നിങ്ങളെ ക്ലാസ് എങ്ങനെയായിട്ട് ബിസിനസ്സിൽ സക്കാത്ത് കൊടുക്കേണ്ടത്. ചിലപ്പോ ബിസിനസ് ചെയ്ത ആളുമാർ അങ്ങനെ ഇലങ്ങമാർ ഭയങ്കര കഷ്ടത്തിലേക്ക് വരും, അല്ലെങ്കിൽ ഫാമിലി കഷ്ടത്തിലേക്ക് വരും. അത്തരം ആൾക്കാരങ്ങ് സഹായിക്കാറ്. അപ്പോ ഈ ജക്കാത്ത് ചൊല്ലത് ഞങ്ങൾ സ്വതക്ക കുറെ കൊടുക്കുക, അതിന് മേലെ ജക്കാത്തും കൊടുക്കണം ചെന്നെങ്കിൽ അങ്ങനെ അത് കഷ്ടാവില്ലേ എന്നൊക്കെ കേൾക്കുന്ന ആൾമാർക്കിടത്. പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന സ്വതക്കത്തിമേ അതിലെ ജക്കാത്താക്കിയിട്ട് കൊടുക്കുക. സ്വതക്കടാൻ്റെ വലിയ പ്രതിഫലമായിട്ട് ജക്കാത്ത് ഉള്ളത്. ജക്കാത്ത് ഫർളായ ഒന്നായിട്ട്. അപ്പൊ നിങ്ങൾ കൊടുക്കുക, നിങ്ങൾ ചിലപ്പോൾ ഫാമിലി മഞ്ഞൾക്ക് കൊടുക്കാറ്, അല്ലെ നിങ്ങളെ പാവത്താരം വന്ന് നിങ്ങൾ എനിക്ക് സ്വതക്ക കൊടുക്കാറ്. അത്രം കൊടുക്കട ആ സ്വതക്കടമേ നിങ്ങൾക്ക് എന്താക്കായിട്ടൊക്കെ ജക്കാത്തായിട്ട് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അതൊക്കെ എങ്ങനെയാണ് വിവരിച്ച് തണ്ട. അപ്പൊ നിങ്ങൾ എന്താക്കണം, ഈ ക്ലാസ് സമാധാനം വൈറ്റത്തിൽ കേൾക്കണം, കംപ്ലീറ്റ് ആയിട്ട് കേൾക്കണം. നമുക്ക് നിർബന്ധമായ സദക്ക അതായിട്ട് ജക്കാത്തും ചൊല്ലിട്ട് നിർബന്ധമായ സദക്ക അത് നമുക്ക് കൊടുത്തിട്ടേ വേണം. ഇനി ഞങ്ങളെ ഈ ബിസിനസ്സുള്ള സദക്ക ജക്കാത്തായിട്ട് ഇതിൽ വിവരിക്കോപ്പുണ്ടത്. ജക്കാത്ത് ചൊല്ലത് ഇബാദത്തുണ്ട് ഞങ്ങൾ മനസ്സിലാക്കണം. അത് നഷ്ടാവില്ല. നഷ്ടാവില്ല എന്തായിട്ടെങ്കിൽ അത് ആഖിറത്തിൽ അതൊരു പ്രതിഫലമുണ്ട്. 4 ലാഖ് 5 ലാഖ് 6 ലാഖ് 7 ലാഖെല്ലാം ചെലവാക്കി ഹജ്ജിക്ക് കൊണ്ടുവരും. അത്ര പൈസ നഷ്ടമായിട്ടുണ്ട് വരിക്കില്ലാമാ. അവിടെ ആരും ഞങ്ങൾ അങ്ങനെ വരിക്കില്ലല്ലോ. അതേപോലെ തന്നെ ആയിട്ട് ബിസിനസ്സിൽ ഞങ്ങൾ ജക്കാത്ത് കൊടുക്കുമ്പോൾ അത് വലിയൊരു ഇബാദത്ത് എന്ന് ഖുർആനില് നിസ്കാരത്തെ ചൊന്നവിടെ ജക്കാത്തിനും ചെന്നിടും. യുഖീമൂന സ്വലാത്തോ യുത്തൂന ജക്കാത്താണ്. നിസ്കാരത്തെ കൃത്യമായി നിർവഹിക്കടങ്ങ, ജക്കാത്തിനും കൃത്യമായി വീണ്ടിറങ്ങ എന്നുള്ളത്. അപ്പൊ നിസ്കാരത്തെ തൊട്ടു കറവുലേതുണ്ട് ജക്കാത്തും. ഇസ്ലാം കാര്യങ്ങളിൽ ഞങ്ങൾ 2ാമത്തേത് നിസ്കാരം, 3ാമത്തേത് ജക്കാത്തും, 4ാമത്തേത് നോമ്പും, 5ാമത്തേത് ഹജ്ജും. അപ്പൊ ജക്കാത്ത് ഇബാദത്ത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ലാഭം എന്നെങ്കിൽ മാത്രം ജക്കാത്തല്ല. ജക്കാത്ത് ചൊല്ലത് അത് പാവത്തവണക്കും പൈസത്തവണക്കും നിർബന്ധമായി പണ്ട്. ഇൻഷാ അല്ലാഹ് ജക്കാത്തിനെ സംബന്ധിച്ച് എടുത്തുള്ളവനും കൊടുക്കുന്നവനും അറിഞ്ഞിരിക്കണം. അത് ഞങ്ങൾ നിസ്കാരം ഞങ്ങൾ പോലെ നിസ്കരിക്കുന്നത് കൊണ്ട് അതിലെ മസാല പെട്ടെന്ന് മനസ്സിലാവും. നോമ്പ് അങ്ങനെ അത് പെട്ടെന്ന് കൊന്താവും. പക്ഷെ ജക്കാത്തിന്റെ വിഷയത്തിൽ ഞങ്ങൾ തെല്ല് പിറവായിട്ട് ബിസിനസ് ചെയ്ത് ചൊമ്മ ആൾമാറുള്ളത് നല്ലത് തന്നെ ആയിട്ട്. ബിസിനസ് നല്ല കാര്യം തന്നെ. പക്ഷെ നല്ലതിലാവുമ്പോഴത്തേക്കു ഇബിലീസും അതിൽ കൂടിയിട്ട് എന്താക്കണം, ബെടക്കും കൂടി ആക്കുവട്ടെ. അതുകൊണ്ട് ഞങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുക, അത്താജുറു സദൂഖുൽ അമീനു മഅൻ നബിയ്യിന വസ്സിദ്ദീഖീന വശുഹദാ. നല്ല നേരുകാരനായ കച്ചവടക്കാരൻ, ബിസിനസ്സുകാരൻ, അവൻ അമ്പിയാക്കന്മാരോട് കൂടെ, സിദ്ദീഖീങ്ങളോട് കൂടെ, ശുഹദാക്കളോട് കൂടെ. അത്ര വലിയ സ്ഥാനമായിട്ട് ബിസിനസ്മാർക്ക് അല്ലാഹു തആല കൊടുത്തത്. അപ്പൊ കച്ചവടം ചൊല്ലത്, ബിസിനസ്സും ചൊല്ലത് ഇസ്ലാം അത് നല്ലൊരു ബർക്കത്തുള്ള ഒന്നായിട്ട്, നല്ല കാര്യമായിട്ട് അത്. പക്ഷെ അതിനങ്ങ് എന്താകണം, അതിൽ ഞങ്ങൾ നേറുകാരനാവണം, വിശ്വസ്തരാകണം. അതാണ് വിത്തങ്ങൾ ചെന്നത്. അവന് സദൂഖ് നേറുകാരനാവണം, അമീൻ വിശ്വസ്തനാവണം എന്നുള്ളതാണ്. ഇനി ഇങ്ങനെ ചൊല്ലുമ്പോഴത്തേക്കും ഞങ്ങൾ പിന്നൊന്നും കൂടി ശ്രദ്ധിക്കണം. എന്തേ, ഒരു നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നിസ്കരിക്കുവാനായിട്ട് പോകണ്ടേ. അപ്പൊ ജനങ്ങളൊക്കെ ഈ ബിസിനസ്സിലെ പിറവത്തിൽ അതിൽ ഇതിലുള്ള തറക്ക് റസൂലുള്ള. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത്, യാ മഅ്ശറ തുജാർ, ബിസിനസ്സുകാരെ വിളിച്ചിട്ട് എല്ലാവരും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തരം കൊടുത്താർ. എല്ലാവരും തലവയറ്റി നോക്കിയാർ. എന്തിന് നബി തങ്ങൾ ചൊല്ലേ? ഫഖാല, അപ്പ നബി തങ്ങൾ ചെന്ന്, ഇന്ന തുജാർ യുബഅസൂന യൗമൽ ഖിയാമത്തി ഫുജാറൻ. ബിസിനസ്സുകാരെ ഖിയാമത്ത് നാളിൽ തമ്മാടികളായിട്ട് അള്ളാഹു പുനർജന്മാക്കുമ്പോ ജണ്ടാമതായത്താക്കുമ്പോ ആക്കും. എന്നെ ഫുജാറൻ തമ്മാടികളായിട്ട് അങ്ങ് വേറും. ഇല്ലാ മനിത്തഖല്ലാ വബറ വസദഖ. ആര് അള്ളാഹുക്ക് തഖ്വ ചെയ്ത് നല്ലത് പ്രവർത്തിച്ച് വിശ്വസ്തനായാൽ അങ്ങനെ ആവല എന്നുള്ളത്. അപ്പൊ ബിസിനസ് നല്ലൊരു കാര്യമായിട്ട്, പക്ഷെ അതിൽ ബെടക്കും കൂടുതൽ വറവ് സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്താക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ
ഞങ്ങ ബിസിനസ്സിൽ ഞങ്ങൾ നേറുകാരാവണം, വിശ്വസ്തരാകണം, അതിൽ സക്കാത്ത് ഞങ്ങൾ കൊടുത്തുകൂടണം, അള്ളാഹുടെ ഭയപ്പെടണം എന്നുള്ളത്. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് ബിസിനസ്സിലെ സക്കാത്ത് നമുക്ക് പ്രവേശിക്കാം. അപ്പൊ ഞങ്ങൾ കച്ചവടം എന്നുള്ളത് വളരെ ശ്രേഷ്ഠത ഉള്ളത് എന്നും ഒന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ, രണ്ട് സക്കാത്ത് ചൊല്ലത് ഒരു ഇബാദത്തുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ. അപ്പൊ ഞങ്ങൾ എന്താ നഷ്ടായിട്ട് പോയിട്ട് കൊടുത്തിട്ടൊരു ബേജാറ് ദുഃഖിക്കല്, അല്ലെങ്കിൽ ഇതെന്തിനാ ഭാവം ഇങ്ങനത്തെ തീരില്ല, ഇങ്ങനെ ഞങ്ങൾ പേരിക്കുക തീരാണ്. കച്ചവടത്തിൽ ഞങ്ങൾ സക്കാത്ത് ചെയ്യുമ്പോൾ ആ കച്ചവടത്തിൽ വലിയ വർക്കത്തും ഉണ്ടാവും. ഇനി ഇൻഷാ അല്ലാഹ് ഇത് ഓരോന്നായിട്ട് ഞങ്ങൾക്ക് വിവരിക്കാം. എങ്ങനെ ഒന്നെങ്കിൽ സക്കാത്തിലെ പൈസ, ഞങ്ങളെ ബിസിനസ്സുള്ള സക്കാത്ത്, ഞങ്ങളെ അങ്കടിൽ സ്വർക്ക് നിക്കടവനക്ക് കൊടുക്കുക തീരെ, ഞങ്ങൾ ഡ്രസ്സ് കൊടുത്തെങ്ക അവിടെ, അല്ലെങ്കിൽ അരി കൊടുത്തെങ്ക അവിടെ, കിറ്റ് കൊടുത്തെങ്ക അവിടെ, എങ്ങനെയായിട്ട് ബിസിനസ് സക്കാത്ത് കണക്ക് കൂട്ടരെ, എങ്ങനെ ഞങ്ങൾ ഇതിരെ എത്ര കൊടുക്കടേ, ആറുക കൊടുക്കടേ, ഇനി രീതിയിൽ കൊടുക്കണം, എപ്പോഴും സക്കാത്ത് കൊടുക്കുകൊണ്ടാ ഇൻഷാ അല്ലാഹ് ഓരോന്നായിട്ട് ഞങ്ങൾക്ക് വിവരിക്കാം. ഇപ്പൊ നിങ്ങൾ കൊടുക്കടെ നിങ്ങൾ സാധാരണ ഇപ്പൊ ഞങ്ങൾ തോന്നുന്നുണ്ട് ഞങ്ങളെ ഇത് ബിസിനസ് ചെയ്ത ആൾമാരൊക്കെ സദക്ക ധാരാളം മക്കളാറ്. സക്കാത്തിന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് മാഹിത്യം ഇല്ലാത്തത് കൊണ്ടായിട്ട് അങ്ങ് ഈ സക്കാത്തിന്റെ വിഷയത്തിൽ പിറവുണ്ട്. അപ്പൊ ഞങ്ങ ആ കൊടുക്കുന്ന സക്കാത്തിന് സദക്കടമേ ഞങ്ങൾക്ക് സക്കാത്തായ രീതിയിൽ കൊടുക്കുക. കാലിങ്ങനെ ബന്ധങ്ങളെ ഞങ്ങൾ സദക്കാക്കിയ എന്നതുകൊണ്ട് സക്കാത്താവില്ല. സക്കാത്തുക്ക് അതിൻ്റെതായ നിയമമുണ്ട്. എത്ര കൊടുക്കണം, ആറുക കൊടുക്കണം, എപ്പോ കൊടുക്കണം, ഇങ്ങനെയുള്ള നിയമമുണ്ട്. പക്ഷെ ആ നിയമം സദക്കത്ത് ഇല്ല. അപ്പൊ അതുകൊണ്ടിട്ട് സക്കാത്ത് ആറ് കൊടുക്കണമെന്ന് ചൊല്ലത് അള്ളാഹു തീരുമാനാക്കിയത്. ജണ്ട് ആറുക കൊടുക്കണോട്ടും അള്ളാഹ് തീരുമാനാക്കിയത്. അതിൽ ഞങ്ങൾ എന്തും ഇടപെടുകില്ല. അപ്പൊ നബി തങ്ങളെ മുട്ട വന്നിട്ട് ഒരാൾ സക്കാത്ത് കേട്ട് സക്കാത്ത് തറുണ്ട്. അപ്പൊ നബി തങ്ങ ചെന്ന് അതൊന്ന് സക്കാത്ത് ആറുക കൊടുക്കണിട്ട് എന്റെ തീരുമാനം എന്നല്ല, അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ഖുർആനിൽ ഇന്നമ സദഖാത്ത് എന്ന് അള്ളാഹു തീരുമാനാക്കിയത്. നീ അതിൽ പെട്ടവണെങ്കിൽ നിക്ക് നാ സക്കാത്ത് തന്റെ. അപ്പോ ഞങ്ങൾ കൊടുക്കുന്നത് സക്കാത്ത് അവകാശികൾക്കാവണം. സക്കാത്തിന് നീയത്ത് വേണം, എടുത്തുള്ളത് കൊടുക്കേണ്ടത് ഞങ്ങൾ അവകാശികൾക്കാവണം. അവകാശികൾക്ക് ഞങ്ങൾ കൊടുത്തെങ്കിലേ ഞങ്ങൾ സക്കാത്ത് പോയിട്ട്. പ്രത്യേകിച്ച് ഞങ്ങളെ ഈ ഏരിയകളിലോ ഞങ്ങളെ റായത്ത് വന്നെങ്കിൽ ഇന്ത്യത്തിലൊക്കെ ഞങ്ങ, അതായത് ഇപ്പൊ ഇസ്ലാമിന്റെ രാഷ്ട്രം വലിയൊരു ആ നിയമമെല്ലാം ഫോളോ ആക്കി നടക്കണമെങ്കിൽ രാജ്യമില്ല. അപ്പൊ അതുകൊണ്ടിട്ട് ഞങ്ങള് സക്കാത്തൊക്കെ ഞങ്ങൾ തന്നെ കൊടുക്കുക, സ്വന്തമായിട്ട് കൊടുക്കുക, പിന്നെ ഒരാളെ ഏൽപ്പിക്കോ. അപ്പൊ നീ ഒരു നാല് കുടുംബത്തിൽ അവിടെ പാവത്തങ്ങൾ എല്ലാം ഇൻഷാ അല്ലാഹ് അതുക്കുള്ള ഓരോ ഡീറ്റെയിലും ഞാൻ എന്താക്കിയ വിവരിച്ചിട്ട് തന്നെ. ഇനി ഞങ്ങൾക്ക് കച്ചവടത്തിൽ സക്കാത്ത് എങ്ങനെ എന്നുള്ളതായിട്ട്, അത് കച്ചവടം തുടങ്ങിയത് മുതൽ, ബിസിനസ് തുടങ്ങിയത് മുതൽ ഒരു വർഷം ആകുമ്പോഴത്തേക്ക് സക്കാത്ത് നിർബന്ധം. എപ്പോഴും സക്കാത്ത് കൊടുത്തോണ്ടിരിക്കുകയില്ല. ഇപ്പൊ ഞങ്ങളെ മാത കണക്കിലായിട്ട് അതിലെ കണക്ക് കൂട്ടറ്. കഴിഞ്ഞ റബിയുൽ അവൽ 1 നാണ് ഒരു ബിസിനസ് തുടങ്ങിയ. ഈ റബിയുൽ അവൽ 1 ആവുമ്പോഴത്തേക്കും ಅದಕ್ಕೆ 1 ವರ್ಷ ಅಂಡ್ ನಾನು ಅದರ ಜಕಾತು കൊടുക്കണം. അപ്പൊ നിർബന്ധമാണ് വർഷം ആകുമ്പോൾ റമദാനിൽ കൊടുക്കുന്നതൊക്കെ ജക്കാത്ത് ചൊല്ലിട്ട് അങ്ങനെയില്ലേ. ജക്കാത്ത് വേറെ, റമദാൻ വേറെ. പക്ഷെ റമദാനിൽ ബണ്ട ഒന്നുണ്ട്, അതെന്താന്ന് ഫിത്ർ ജക്കാത്ത്. ബാക്കി ഈ ബിസിനസ്സിലെ ജക്കാത്തും ബാക്കി പൈസത്തെ ജക്കാത്തല്ല, ಅದಕ್ಕೆ ವರ್ಷ ಪೂರ್ತಿ ആവുമ്പോൾ ബണ്ട്. അപ്പൊ റമദാനിൽ ഞങ്ങൾക്ക് കൊടുക്കേണ്ട ചമ്മാൽമാർ ഞങ്ങളെ ഫാമിലി ഞങ്ങളെ കേക്കിടറ് ബണ്ടറ് അപ്പൊ അങ്ങല്ലോ അത് കൊടുക്കുക ആവും. വർഷം പൂർത്തി അവിടേക്ക് മുന്നോട്ട് കൊടുക്കാവിടെ എങ്ങനെയുള്ളത് ഞാൻ വിവരിക്കാം. അപ്പൊ ഞങ്ങൾക്ക് മാത കണക്കിൽ 1 വർഷം പൂർത്തിയാകുമ്പോഴായിട്ട് ജക്കാത്ത് ഞങ്ങൾക്ക് നിർബന്ധമാവും. എല്ലാ ബിസിനസ്സിലും ജക്കാത്ത് ഉണ്ട്. ബിസിനസ് ചെന്നെങ്കിൽ ഞാൻ അതൊന്ന് എടുത്തിട്ട് ബിക്കട ലാഭത്തേക്ക് ബിക്കട, ഇതല്ലേ ബിസിനസ്. ഇപ്പൊ നക്ക് നന്റെ അബ്ബറിൽ നിന്ന് കിട്ടിയ ഒരു ജാഗയുണ്ട്, അതിനെ ನಾನು ಬಿತ್ತೆ, ಅದು ಬಿಸಿನೆಸ್ ಅಲ್ಲ. നന്റെ ജാഗിനെ ഞാൻ ಬಿತ್ತೆ, അത്രയേ ഉള്ളൂ. അന്നാണ് ബിസിനസ് ചൊന്നെങ്കിൽ ഞാൻ അതാ അവൻ്റെ എടുക്കടെ, എന്നിട്ട് 1 തിങ്കൾ കഴിയുമ്പോഴത്തേക്ക് ഞാൻ പിന്നത്തെ ലാഭത്തേക്ക് വിൽക്കടെ, ഞാൻ പിന്നൊരു പക്കത്തെ പണണ്ട, എന്നിട്ട് ഞാൻ അതിൽ ഇതായിട്ട് ബിസിനസ്. അപ്പൊ എല്ലാ ബിസിനസ്സും വാട്ടലുകൾ വരെ സക്കാത്ത് ഉണ്ട്. വാട്ടലുണ്ട്, മീൻ കച്ചവടത്തങ്ങുണ്ട്, ഡ്രസ് കച്ചവടത്തങ്ങുണ്ട്, ഏതെല്ലാം ബാനിയാക്കിടറ എല്ലാ ബാനിയത്തും സക്കാത്ത് ഉണ്ട്. ബാനിയാൻ ചൊല്ലുമ്പത്ത് ഞാൻ ചെന്ന എങ്ങനെ
ഇപ്പൊ പലല് പോയിട്ട് ഗാലിട്ടിട്ടോ അല്ലെ ബല ഇട്ടിട്ടോ മീൻ പിടിച്ച് അതിലെ കളന്ന് സൈഡിൽ വിൽക്കട, അതൊക്കെ സക്കാത്ത് പണ്ടില്ല. എന്താ പറഞ്ഞ അവൻ അവിടെ എടുത്ത് വന്നിട്ട് വിറ്റ്, അതേ സമയത്ത് അവന്റെ എടുത്തോണ്ട് പോയിട്ട് വിൽക്കടാങ്ങ അങ്ങനെ പാനീയത്തങ്ങായിട്ട്, അപ്പൊ അവിടെ സക്കാത്ത് കൊണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ഈ സക്കാത്ത് ഞങ്ങൾ അതെ ഒരു വർഷം പൂർത്തിയാകുമ്പോഴത്തായിട്ട് സക്കാത്ത്. അപ്പൊ എങ്ങനെ ഉണ്ട്, ನಾನು കഴിഞ്ഞ റബിയുൽ അവൽ 1 ഒരു ബിസിനസ് തുടങ്ങി. ഈ റബിയുൽ അവൽ 1 ആകുമ്പോഴത്തേക്ക് 1 വർഷം ബിസിനസ് തുടങ്ങണേന്ന് ചൊല്ലുമ്പോൾ അങ്കടി ഓപ്പൺ ആക്കിയത് നാളുടെ കണക്ക് കൂട്ടരല്ല. ഒന്ന് ബിസിനസ് കണ്ട് പൈസ റെഡിയാക്കി വെച്ചിട്ട് ഓൻ ചരക്കെപ്പെടുത്താന അപ്പൽ. പിന്നെ ചിലപ്പോ ഒരു 14 മുന്നൽക്ക് ചരക്ക് സ്റ്റോക്ക് ആക്കിയത് ഉദ്ഘാടനം ആക്കുമ്പോൾ ചിലപ്പോ ഒരു തിങ്കൾ കഴിഞ്ഞിട്ടായിട്ട് ഉദ്ഘാടനം ആക്കിയത്. അപ്പൊ അതല്ല ഉദ്ഘാടനം നോക്കടല്ല, ബിസിനസ് കണ്ട് പോയിട്ട് ചരക്കെടുത്തേൻ കണ്ടെങ്കിൽ ആ ചരക്കെടുത്തത് മുതലായിട്ട് ആ ചരക്ക് എടുത്തത് മുതലായിട്ട് ഏനോ ഒന്നും കൂടി നമുക്ക് ചൊല്ലാം. എങ്ങനെ വെച്ചെങ്കിൽ ನಾನು 1 ലക്ഷം റുപ്യ ഒരു ബാന്യത്തുകൊണ്ട് റെഡിയാക്കി വെച്ച, എന്നിട്ട് ನಾನು പോയിട്ട് ഈ 1 ലക്ഷം റുപ്യ കൊടുത്തിട്ട് ನಾನು മാലെടുത്തോട്ടെ. എന്നാ ഈ 1 ലക്ഷം റുപ്യ ನಾನು ബാന്യത്തുകൊണ്ട് റെഡിയാക്കിയത് മുതലായിട്ട് വർഷ കണക്ക് കൂട്ടരെ അതേ പൈസ കൊടുത്തെങ്കിൽ. ഇനി അതല്ല, അത് 1 ലക്ഷം റുപ്യ വേറെ എന്ത്, ನಾನು റബിയുൽ അവൽ 1 ആകുമ്പോഴത്തെ ബാന്യ തുടങ്ങി കുറെ ചരക്കെല്ലാം എടുത്തെ. അപ്പൊ കട കൊടുന്നിട്ട് അല്ലെങ്കിൽ വേറെ പൈസ അഡ്ജസ്റ്റ്മെന്റ് ആക്കി കൊടുത്തരെ, പിന്നെ ഇവിടെ നിന്ന് എന്റെ 1 ലക്ഷം എടുത്ത് കൊടുത്ത അവിടെ അങ്ങനെ പണ്ടില്ല. ഇതുക്കണ്ടായിട്ട് വെച്ചിട്ട് എടുത്തൻ കണ്ടെങ്കിലായിട്ട് അവിടെ അത് പണ്ട് അതേ പൈസത്തെ അതേ ചരക്ക് ബാന്യത്ത് കൊണ്ട് വെച്ചിട്ട് ബാന്യത്തെ ചരക്ക് എടുക്കുമ്പോ ആ പൈസ കൊടുത്തിട്ട് അതിനുമേ കൊടുഞ്ഞ കണ്ടെങ്കിൽ ഈ ചരക്ക് എടുത്തത് മുതലല്ല, ഈ പൈസ അവിടെ സ്റ്റോക്ക് വെച്ചത് മുതലായിട്ട് സക്കാത്ത് കണക്കൂട്ടരെ വർഷ കണക്കൂട്ടരെ. ബാക്കിയുള്ളതിലുള്ള ചരക്കെടുത്തത് മുതൽ ഞാൻ എപ്പോഴായിട്ട് ചരക്കെടുത്തത് അതിൽ പിന്നെ 1 വർഷം ആകുമ്പോഴത്തും. അപ്പൊ ഞങ്ങൾ കണക്ക് പിടിക്കുക, കഴിഞ്ഞ റബിയുൽ അവൽ കഴിച്ചിട്ട് ഒന്ന് തുടങ്ങിയത് ഈ റബിയുൽ അവൽ 1 ആകുമ്പോഴത്തേക്ക് അത് വർഷ ഭർത്തി ചെയ്തു. ആ വർഷ ഭർത്തി ആകുമ്പോഴത്തേക്കും ഓൺ ഇതിലെല്ലാം നോക്കണം, എന്തെല്ലാം ഉണ്ടോട്ട് സ്റ്റോക്ക് എടുക്കണം, എല്ലാത്തെ റേറ്റ് കണക്കാക്കിയിട്ട് എത്ര ഉൾപ്പെടെ ചരക്ക് ഈ വർഷ പൂർത്തിയാകുമ്പോൾ ഉണ്ടോട്ട് നോക്കണം. അങ്ങനെ അവൻ 1 ലക്ഷം റുപ്യ 1 ലക്ഷം റുപ്യ ഇട്ടിട്ട് കഴിഞ്ഞ വർഷം ബിസിനസ് തുടങ്ങിയത്. ഇന്ന് റബിയുൽ അവൽ 1 ആകുമ്പോഴത്തേക്ക് ഇതിലെല്ലാം സ്റ്റോക്ക് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് 5 ലക്ഷം റുപ്യയുടെ പൈസ മാലൂടെ ഉണ്ട് ചരക്ക്. അപ്പൊ ഓന് അവിടെ ചോദ്യം പറയും, ഞങ്ങ പൈസ ഞങ്ങ എടുത്തോണ്ടെ ബല കണക്ക് കൂട്ടരമ്മ അല്ല ഞങ്ങ ബിക്കടെ ബലമാണ്ട്. അത് എടുത്തോണ്ടെ ബലയും അല്ല, ഞങ്ങ ബിക്കടെ ബലയും അല്ല. ഒരു മീഡിയം ഒരു വിലക്ക്, ഉദാഹരണക്ക് ഒരു സാമാൻ ನಾನು 12 റുപ്യക്ക് ನಾನು ബിക്കിടത്, നക്കത് 8 റുപ്യയിൽ കിട്ടിയില്ലേ. പക്ഷെ ഞങ്ങളെ ചൊമ്മ ഞങ്ങളെ ഗുർത്തങ്ങനത്തെല്ല വന്ന് ഞങ്ങൾ ഒരു 10 റുപ്യ കൊടുക്കറ, അല്ലെ ഒരു ഹോൾസെയിൽ എല്ലാം പറയുമ്പോൾ ഒരു 10 റുപ്യ കൊടുക്കറ. ഞങ്ങൾ ചില്ലറ വിൽക്കുമ്പോൾ ഒരു 12 റുപ്യെല്ലാം കൊടുക്കറ. അപ്പൊ ഞങ്ങൾ അവിടെ വില പിടിക്കുന്നത് 10 റുപ്യ ആയിട്ടില്ല. അപ്പൊ അങ്ങനെ ആ ഒരു റേറ്റ് ഞങ്ങൾ ചെന്ന് ചില ആൾമാർക്ക് ചൊമ്മ ഡിസ്കൗണ്ട് ആക്കട, ചില ആൾമാർക്ക് റേറ്റ് ഇത്ര 2 റുപ്യ ആ റേറ്റിൽ പണിയാക്കട. പിന്നെ ചൊമ്മ കൊടുക്കുമ്പോഴത്തേക്ക് ഒരു റേറ്റ് കുറടിയാക്കി കൊടുക്കട. പിന്നെ സിംഗിൾ ചില്ലറ കൊടുക്കുമ്പോഴത്തേക്ക് അതിക്കൊരു റേറ്റ് വേറെ ഇക്കട. അപ്പോൾ കൂടെ ഞങ്ങൾ ചൊല്ലിട്ടുണ്ടെങ്കിൽ ഹോൾസെയിൽ റേറ്റും ചൊല്ലാം. ഞങ്ങൾ എടുത്തോണ്ടതും അല്ല, ഞങ്ങൾ വിൽക്കടതും അല്ല, അതിനിടയ്ക്കുള്ള ഒരു റേറ്റ്, ആ റേറ്റായിട്ട് കണക്ക് പിടിക്കേണ്ടത്. കണക്ക് പിടിച്ച് നോക്കുമ്പോഴത്തേക്ക് 5 ലക്ഷം ഉൾപ്പെടുന്നുണ്ട്. ഇനി ഈ ബിസിനസ്സിൽ കിട്ടിയ ലാഭത്തെയും ഞാൻ അവിടെ വെച്ചതുണ്ട്. ബിസിനസ്സിൽ ഇടയ്ക്ക് കിട്ടിയൊക്കെ ലാഭങ്ങളൊക്കെ അവിടെ വെച്ചതുണ്ട്. ഡ്രൈവറിൽ പൈസ ഉണ്ട്, പിന്നെ കുറേ കടനൊക്കെ കിട്ടുകൊണ്ട് എല്ലാத்தைയും കൂടി കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഒരു 7 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്. എന്നാൽ ഈ 7 ലക്ഷം ഉറുപ്പ്യക്ക് ഒന്ന് സക്കാത്ത് കൊടുക്കണം. 2.5% ആയിട്ട് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ അപ്പൊ സക്കാത്തിലെ കണക്ക് കൂട്ടർ ഇങ്ങനെ. അപ്പൊ ചില ആൾമാർ ഞങ്ങൾക്ക് കട കൊടുക്കുക, കടത്തെ ലെസ്സാക്കിയിട്ട് ನಾನು ಚರಕಲ್ಲಿ ಇಟ್ರೆ ನಾನಿಪ್ಪ ಚರಕ್ എടുത്ത ഉടനെ ഞാനിപ്പോ 4 ലക്ഷം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ടോട്ടൽ 10 ലക്ഷം റുപ്യയുടെ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. 4 ലക്ഷം റുപ്യ ನಾನು മാൽ എടുത്ത ഉടനെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് 4 ലക്ഷം വിട്ട് പിന്നെ 6 ലക്ഷം എടുത്ത് അതാവില്ല. കടനങ്ങ് കൊടുക്കുകയില്ലെങ്കിൽ അത് ലെസ് ആക്കുകയില്ല. അപ്പൊ അത് വലിയ കഷ്ടമല്ലേ കേൾക്കാറ്. കഷ്ടാണ്ട് ഞങ്ങൾക്ക് ചൊല്ലുകയില്ല. എന്തേ കേട്ടെങ്കിൽ ഇതിനിടയിൽ നിങ്ങൾ 1 വർഷത്തെ ബാനിയാക്കിയിട്ട് ഇതിൽ കിട്ടിയ ലാഭത്തിൽ നിങ്ങൾ അകക്കെട്ടിട്ടിക്കുവാറ്, മക്കളെ മങ്ങലാക്കിട്ടിക്കുവാറ്, വേറെ എന്തെല്ലാം നിങ്ങൾ വഴിപാട്ടാക്കിട്ടിക്കാറ്. ഇതൊക്കൊന്നും സക്കാത്ത് കൊടുക്കുന്നുണ്ട് ചൊല്ലില്ലല്ലേ അല്ലെ? ഇതൊക്കൊന്നും സക്കാത്ത് കൊടുക്കണം ചൊല്ലില്ലേ? അപ്പൊ സക്കാത്ത് എവിടെ കൊടുക്കണല്ലേ? വർഷ പൂർത്തിയാകുമ്പോ ഇങ്ങനെ കണക്ക് കൂട്ടി കൊടുക്കണം എന്നുള്ളത്. അപ്പൊ ഇതൊരു കഷ്ടായി കാണണ്ട. ഇതൊക്കെ മുന്നോട്ട് അള്ളാഹു താല
അല്ലെ ഒരു കേട്ടമുണ്ടെങ്കിൽ ഒരു ഇറക്കം ഇങ്ങനെ മേൽപ്പത്തൊക്കെ നിൽക്കി ഇടിയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു കഷ്ടമായി കണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിനിടയിൽ അതിപ്പോ ചില ആൾമാർക്ക് അത് ഉൾക്കൊള്ളത്തിൽ കഷ്ടം. ഞങ്ങൾ എത്ര പൈസ കൊടുക്കില്ലേ എന്നുള്ളതാണ്. അപ്പൊ അത് കഷ്ടമല്ല. അതിനെ ഈ എതിരിടയിൽ നിങ്ങൾ ചെലവാക്കി പോയതൊക്കെ ഒന്നും അവ കെട്ടിയതിക്കൂ, ബിൽഡിംഗ് കെട്ടിയതിക്കൂ, മക്കളെ മഞ്ഞലാക്കി കൊടുത്തേക്ക്, അത് ഇതൊക്കെ ഇതിൽ നിന്നും വന്ന ലാഭത്തിൽ നിന്നും സക്കാത്ത് അതൊക്കൊന്നും സക്കാത്ത് കൊടുക്കണമെന്ന് ചൊല്ലില്ല. സക്കാത്ത് ഇതൊക്കെയായിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ഞങ്ങൾ ടോട്ടൽ കണക്കാക്കി അതിൽ 2.5% കൊടുക്കണം. 10 ലാഖ് ഉണ്ടാകുമ്പോൾ 25,000 രൂപ ഇത് സക്കാത്തിന്റെ പൈസ. 1 ലാഖ് 2,500 രൂപ പോലെ. അപ്പൊ ഇവിടെ എന്തിനെ കൊടുക്കണം കേട്ടെങ്കിൽ പൈസമേ കൊടുക്കണം. കച്ചവട സക്കാത്തറോടെ പൈസമേ കൊടുക്കണേ. ഞങ്ങൾ ഐറ്റം കൊടുത്തെങ്കിൽ ആവില്ല. പാരി സാമാന് ബാനി അക്കടെ ഇട്ടാറ് കിട്ടു കൊടുത്ത അതാവില്ലേ. അല്ലെ ഡ്രസ്സിൽ അങ്ങനെ ഡ്രസ്സ് കൊടുത്തെങ്കിൽ ആവില്ലേ. ഈ ബിസിനസ്സിലൂടെ പൈസ ആയിട്ട് ഇവിടെ കൊടുക്കേണ്ടത്. ഇപ്പൊ ബംഗാറ് വെള്ളിയുടെ സക്കാത്തുകല്ല, ബംഗാറ് കൊടുക്കണം, വെള്ളിക്ക് വെള്ളിയെ കൊടുക്കണം. പിന്നെ കൃഷിയിൽ സക്കാത്ത് കൊണ്ട് അവിടെ അതൊക്കെ അത് തന്നെ കൊടുക്കണം. ഇവിടെ അതല്ല, ഇതായിട്ട് ഇവിടെ കൊടുക്കേണ്ടത്, പൈസയായിട്ട് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോ ഞങ്ങൾ കടയുന്നെങ്കിലും സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് എന്നുള്ളത് ഇപ്പൊ ഒരുത്ത കഴിഞ്ഞ വർഷം ബാനിയ തുടങ്ങിയത്. ഈ ഒരു വർഷത്ത് ഈ ഒരു വർഷത്തോണ്ട് ബാനി എങ്ങനെയേ നടന്നുകൊണ്ടുണ്ട്. പക്ഷെ ഊണ് ചുമ കഷ്ടമുണ്ട്. ഔട്ടത് കൊടുക്കണം, ഇവിടെ അങ്കാരുടെ ബാഡിയെ കൊടുക്കണം, സ്റ്റാഫിന്റെ ശമ്പളം കൊടുക്കണം, ഇങ്ങനെല്ലാം കൊടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിലും ഓന് സക്കാത്ത് കൊടുക്കണേ. സക്കാത്ത് അപ്പോ ഓന്റെ എല്ലാം അപ്പുറത്തെ അങ്കാട്ടിൽ അതേപോലെ ബാണിയാക്കിയിട്ടുള്ളൂ. അവനക്ക് വേറെ ബിസിനസ് ഉണ്ട്. അപ്പോ ഈ അവനുക്കും സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഓനുക്കും സക്കാത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ മൂത്തോന് നല്ല ബിസിനസ്സിലുള്ള, എല്ലാവരും ബിസിനസ്സിലുള്ള, പക്ഷെ എല്ലാവരും ബിസിനസ്സിൽ അലക്ക കഷ്ടത്തിലായിട, നിവൃത്തിയില്ലാണ്ടായിട. ഇങ്ങനെ ശമ്പളം കൊടുക്കുകയും ചെയ്യാവില്ല. ആ സമയത്ത് അവിടെ മൂത്തോന്റെ ബിസിനസ്സിൽ സക്കാത്ത് ഊണ് കൊടുക്കുകയല്ല. സക്കാത്തിന്റെ ഊണ് സക്കാത്തും കൊടുക്കണം. അപ്പൊ സക്കാത്ത് എടുത്തോണ്ട് ഊണ് കൊടുക്കുകയും ഉണ്ട്. പൈസ ഇത് ഈ ബിസിനസ് രംഗക്ക് സക്കാത്ത് എടുത്തോളം തീരാണ്ടൊന്നും എന്തില്ല. സക്കാത്തിന് അവകാശിയാണെങ്കിൽ എടുത്തോളാം. ഓനിപ്പോ കടക്കാരനും വെക്കും, ഓർക്ക് ചുമ കടമുണ്ട്, ബിസിനസ് ഉണ്ട്. അപ്പോ ബിസിനസ് ഉണ്ട് എന്ന നിലക്ക് ഈ സമ്പത്ത് കയറ്റിക്കിട്ട് സക്കാത്ത് പണ്ടേ. അതുകൊണ്ട് എന്താക്കണം, സക്കാത്ത് കൊടുക്കണം. അപ്പൊ 2% ആയിട്ട് കണക്കൂട്ടണം. ഇനി ഇവിടെ ഫർണിച്ചർ കണക്കൂട്ടണം, ഒന്നും കണക്കൂട്ടണ്ട. ഇപ്പൊ സ്കേലിക്കു അല്ലെങ്കിൽ വേറെ AC-ക്കു അല്ലെങ്കിൽ വേറെ ഫർണിച്ചറെല്ലാം ആക്കി വെച്ചത് ഇക്കിട്, ചെയറിക്കിട്, ഇതെല്ലാം ഇക്കിട്, അതൊന്നും സക്കാത്തിൽ കണക്കൂട്ടില്ല. ബിക്കടെ വസ്തു മാത്രമായിട്ട് ഇക്കിട് സക്കാത്തിൽ അങ്ങ് കണക്കൂട്ടേണ്ടത്. ബിക്കൊക്കെ ബേനായി വെച്ചത്. അപ്പൊ ലോറിക്കു, ചിലപ്പോ കാറിക്കു, ചിലപ്പോ ബിൽഡിംഗ് ഇക്കിട്, ചിലപ്പോ അവിടെ നല്ല നല്ല ഫർണിച്ചർ ഇക്കിട്, ചെയറിക്കിട്, ഇതൊക്കൊന്നും കൂട്ടില്ല. കൂട്ടെടുത്ത് ഈ ചരക്ക് മാത്രമായിട്ട് ഇക്കിട്. ഏന് അവിടെയുള്ള സ്വറത്തങ്ങൾക്ക് കൊടുക്കാൻ വേണ്ട. സ്വറത്തങ്ങൾക്ക് സക്കാത്ത് ഓന്റെ അങ്ങ് അവകാശെങ്കിൽ കൊടുക്കണം. അങ്ങനെ അവകാശി ആറുണ്ട് ചൊല്ലുകൊണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ അതിനാണ് ചൊല്ലേ. അവകാശിയാണെങ്കിൽ കൊടുക്കാം. ഫക്കീർ, മിസ്കീൻ, കടക്കാരനെന്ന് ചൊല്ലല്ലേ, അതിൽ പെട്ടങ്ങാണ്ട് കണ്ടെങ്കിൽ കൊടുക്കാം. പിന്നെ ഞങ്ങൾക്ക് സക്കാത്ത് നാണ് പാട്ട് ചൊല്ലുന്നത്. സക്കാത്ത് നിർബന്ധം അവിടെ വർഷപൂർത്തിയാകുമ്പോൾ, കഴിഞ്ഞ റബീഉൽ അവ്വൽ തുടങ്ങി ഈ റബീഉൽ അവ്വൽ ആകുമ്പോൾ, ഈ റബീഉൽ അവ്വൽ ആകുമ്പോഴത്തേക്ക് മാത്രമേ നോക്കണേ. ഇന്നലത്തേത് നോക്കില്ല, ഇന്നത്തെ നോക്കില്ല, ഇന്നലത്തേതും നോക്കില്ല, നാളത്തേത് നോക്കില്ല. ഈ വർഷ പൂർത്തിയായതായിട്ട് ഞങ്ങൾ കണക്കെടുത്ത് നോക്കട്ടെ. അപ്പൊ ആ കണക്കെടുത്ത് നോക്കുമ്പോഴത്തേക്ക് അവിടെ ഞങ്ങൾ എന്താക്കേണ്ടത്, സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പൊ വർഷ പൂർത്തിയാകുമ്പോൾ സക്കാത്ത് നിർബന്ധം. പിന്നെ ലേറ്റാക്കുക തീരാ. അപ്പൊ പിന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. എങ്ങനെ നോക്കണ്ട, ഞങ്ങൾക്ക് സക്കാത്ത് മുന്നലാക്കി കൊടുക്കുക. ഉദാഹരണക്ക് നിങ്ങൾ റബീഉൽ അവ്വൽ 1 ബിസിനസ് തുടങ്ങിയത്. ബിസിനസ് തുടങ്ങി റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജുമാദിൽ അവ്വൽ ആകുമ്പോഴത്തേക്കും നിങ്ങളെ എല്ലാം ഭയങ്കര കഷ്ടത്തിലുള്ള. അവന്റെ മോനെ മഞ്ഞളത്തേക്ക് ചെലവ് പൈസ ഇല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടില്ല. അവൻ നിങ്ങളെ മുട്ട വന്നിട്ടാകുമ്പോഴത്തേക്കും നിങ്ങൾ എന്താക്കിയാറ്, അവൻ ഫക്കീറായിട്ട് അല്ലെ മിസ്കിന് അല്ലെ അവൻ കടത്തവണം. അപ്പൊ നിങ്ങൾ എന്താക്കണമെന്നെങ്കിൽ നിങ്ങളെ പൈസ നിങ്ങൾ കൊടുക്കും. നിങ്ങൾ എന്തായാലും എല്ലാവർക്കും സഹായിക്കുമ്പോൾ ഇത് നന്റെ ഈ വർഷത്തെ സക്കാത്ത് ഞാൻ മുന്നലാക്കി കൊടുക്കുറേണ്ട്.
ടൈം ആവുറേക്ക് 300 കൊടുക്കുறേന്റെ നീയത്താക്കിയിട്ട് അവനൊരു 10,000 കൊടുത്താറുണ്ട് വെക്കാം. നിങ്ങൾ ഒരു ഡയറിയിൽ എഴുതി വെക്കൂ, ഇന്ന ഡേറ്റിൽ ഇന്ന വ്യക്തിക്ക് ഞാൻ ജക്കാത്ത് നീയത്താക്കിയിട്ട് ഇത്ര കൊടുത്തരാണ്. അങ്ങനെ ജുമാദിൽ ആഖിർ റജബ് ഷഅബാൻ ആകുമ്പോഴത്തേക്ക് പിന്നാറോ ഫാമിലിയിൽ ഒരു ഉഷാറില്ലാണ്ട് ഭയങ്കര കഷ്ടത്തിലായ അവൻ ഫക്കീറോ മിസ്കീനോ ജക്കാത്തിന് അവകാശമായിട്ടില്ലേ, അവനക്ക് ഒരു 5,000 കൊടുത്തു. അത് നിങ്ങൾ എഴുതി വെക്കൂ. കൊടുക്കുമ്പോഴത്തേക്ക് നന്റെ ജക്കാത്ത് ഞാൻ മുന്നലാക്കി കൊടുക്കുറേന്റെ നീയത്താക്കിയിട്ട് കൊടുക്കൂ. ജക്കാത്തിന്റെ നീയത്താക്കി കൊടുക്കണം. കൊടുത്തു 5,000 അതും ഡയറിയിൽ എഴുതി വെക്കൂ. അങ്ങനെ നിങ്ങൾ കൊടുക്കോ. ഈ ഇടപെടൽ നിങ്ങളെ ഫാമിലിയിൽ കഷ്ടത്തങ്ങ നിങ്ങളെ മുട്ട പറമ്പോ നിങ്ങൾ അങ്കടിക്ക് പറമ്പത്തേക്ക് നിങ്ങൾ കൊടുക്കിടാറല്ലേ, അതിലല്ല ലിസ്റ്റാക്കി വെച്ചോളൂ. റബിയുൽ അവ്വൽ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ മുന്നലായിട്ട് കൊടുത്തതിലല്ല കണക്കൂട്ടർ നോക്കുമ്പോ 50,000 കൊടുത്തറ. ഇന്ന് വർഷ പൂർത്തിയാകുമ്പോഴത്തേനല്ല കണക്കെടുത്ത് നോക്കുമ്പോഴത്തേക്കും ഒരു 75,000 ജക്കാത്തും കൊടുക്കും. 50,000 മുന്നൽ കൊടുത്തറല്ലേ, ഇനി 25,000 നിണ്ട് കൊടുത്തിരിക്കട്ടെ. അപ്പൊ ജക്കാത്തറവിടെ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. അവിടെ പിന്നൊരു കാര്യം ശ്രദ്ധിക്കണം. ഞങ്ങളെ വർഷപ്പ് പൂർത്തി അവിടെ റബിയുൽ അവ്വൽ 1 ഈ റബിയുൽ അവ്വൽ 1 ആവുമ്പോഴത്തേക്ക് ഓന് അവിടെ ആ അവകാശിയായിട്ട് തന്നെ വേണം. അവകാശമായിട്ട് വേണമെന്ന് ചെന്നെങ്കിൽ നാന് അവനക്ക് നന്റെ റബിയുൽ അവ്വൽ അല്ലേ നന്റെ ജക്കാത്ത് പൂർത്തി അവിടെ വർഷ പൂർത്തി അവിടെ നാനൊരു 2 തിങ്കൾ മുന്നോല ഓണക്ക് 1,50,000 കൊടുത്തെ ജക്കാത്തിരെ നിയത്താക്കിയിട്ട് കൊടുത്തെ. ബിസിനസ്സിലെ ജക്കാത്തിരെ നിയത്താക്കി മുന്തിച്ചിട്ട് കൊടുത്തത്. ശ്രദ്ധിക്കണം, നിയത്ത് വെക്കണം. ഞാൻ മുന്നലാക്കി കൊടുക്കേണ്ടി കരുതിയിട്ട് കൊടുക്കണം. അങ്ങനെ ഓൻ കൊടുത്തിട്ട് ഒരു തിങ്കൾ കലിയലോട് കൂടെ ഓൻ ഭയങ്കര ഉഷാറായ, ഓൻ വലിയ പൈസത്തവനായ. ചിലപ്പോ എന്താവും ഓൻ്റെ എന്തെങ്കിലും ഒരു ജാഗ വിത്തിട്ട് ഓൻ വലിയൊരു ബിസിനസ് തുടങ്ങിയതോ അങ്ങനത്തെ എന്തെങ്കിലും ആയിട്ട് ഓൻ മേൽപോണ്ട പ്ലസ്. അപ്പൊ നന്റെ റബിയുൽ അവ്വൽക്കല്ലേ നന്റെ പൂർത്തിയാവട്ടെ, ഞാൻ അതിക്ക് മുന്നലായിട്ടല്ലേ ജക്കാത്ത് കൊടുത്തേ. അപ്പൊ ഓനക്ക് 10,000 ഞാൻ കൊടുത്തിട്ടില്ലേ മുന്നല്ലോ. നന്റെ വർഷ പൂർത്തിയാകുമ്പോ ഓന് ഫക്കീറും അല്ല മിസ്കീനും അല്ല, ഓന് ജക്കാത്തിന് അവകാശിയേ അല്ല. അപ്പൊ ഞാൻ അവനക്ക് കൊടുത്ത 10,000 വീടിട്ടില്ല, അതൊക്കെ ബദല് ഞാൻ വേറെ കൊടുക്കേണ്ടി പണ്ട്. അപ്പൊ അവന്റെ എടുത്തലമാണ്ട്. അപ്പൊ ഞങ്ങ ജക്കാത്തിലെ നീയത്താക്കി ജക്കാത്തും ചൊന്നിട്ട് കൊടുത്തത് ഞാൻ കേട്ടിട്ട് എടുത്തോളാം തന്നെനിക്കണ്ടെങ്കിൽ ഇല്ല. ഞങ്ങളിപ്പോ ഒറ്റയ്ക്ക് എടുത്തോളാവില്ലല്ലേ, അല്ലെ അതിലെ ബദലുക്ക് ഞങ്ങൾ വേറെ കൊടുക്കണം. അപ്പൊ ഇങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട്. സാധാരണ അത്ര വേഗം പൈസ തങ്ങ അങ്ങനെല്ലാം ആവടേണ്ടില്ലല്ലേ. അപ്പൊ ഞങ്ങൾ തോന്നിയെങ്കിൽ ഈ ബിസിനസ്സിലെ ആളുമാർ അങ്ങനെ ഫാമിലിയുടെ അങ്ങനെ സഹായിക്കണം. ആ സഹായിക്കുന്ന സമയത്തില് നിങ്ങൾക്ക് അത് ജക്കാത്താക്കി കൊടുക്കുക ആവൂറുന്നാ ചൊല്ലേ. പക്ഷെ അവൾ കൊടുക്കണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാത്തിലും അവളത് ശ്രദ്ധിച്ചോളണം. ഒന്നയില്ലെങ്കിൽ അത് അറിവുള്ള ആളുമാരുടെ കേട്ട് പഠിച്ചോളണം. ഞങ്ങൾക്ക് വർഷ പൂർത്തി അവിടേക്ക് മുന്നോളൂ അങ്ങക്ക് എന്താക്കി അതിരെ കൊടുത്ത എന്നുള്ളതാണ്. അപ്പൊ അവന് ഞങ്ങൾ ജക്കാത്തിലെ അവകാശികൾ ഞങ്ങൾ ആരെല്ലാം ചൊല്ല, ഫക്കീർ മിസ്കീന് കടക്കാരൻ, ആ അന്തത്തിലായിട്ട് തന്നെ ആ നിലക്ക് തന്നെ അവൻ ഇന്നാൻ കണ്ടെങ്കിൽ ഞങ്ങളെ ജക്കാത്തോടെ വീട്ടു. അപ്പോ ഞങ്ങൾക്ക് മുന്തിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ അവിടെ. അപ്പൊ ജക്കാത്ത് ഞങ്ങൾ കൊടുക്കുമ്പോൾ ഒന്ന് നീയത്ത് വെക്കണം, 2 അവകാശികൾക്ക് കൊടുക്കണം. ഇതിനായിട്ട് ഞങ്ങൾ കൊടുക്കേണ്ടത് അവകാശികൾ 6 എന്ന് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ അത് ജക്കാത്തിലെ മൊത്തത്തിലുള്ള ഒരു വിഷയം ഞങ്ങൾക്ക് ചൊല്ലുകൊണ്ട് അത് വിനർ ക്ലാസ് ആയിട്ട് ഞാൻ ഇട്ടേ. അപ്പൊ ഇപ്പൊ ബിസിനസ്സിലെ ജക്കാത്ത് മാത്രം. ജക്കാത്തിലെ അവകാശികൾ ഞാൻ ഇപ്പോൾ തുടക്കത്തിൽ ചൊന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് അവകാശികൾ അല്ല തീരുമാനാക്കിയത് ഇന്നമ സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ എന്നുള്ളത് 8 വിഭാഗത്തെ അല്ല കണക്കാക്കിയ. അതിപ്പോ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ചൊല്ലില്ല. ഏതായാലും 8 വിഭാഗത്തിൽ നിന്ന് ഞങ്ങളെ റായത്ത് കിട്ടുന്നത് 5 വിഭാഗം മാത്രം. കാരണം തന്നെ അടിമ മോചനാൻ ചെന്നിട്ടും അടിമ കണ്ടുന്ന അതിപ്പോ ഇല്ല, അടിമ സമ്പ്രദായം ഇപ്പൊ ഇല്ല. പിന്നെ അള്ളാഹുടെ ദീനക്ക് ബേനായിട്ട് യുദ്ധാക്കണമെങ്കിൽ ഈ ഖലീഫമാരെല്ലാം ആടലിത്ത നടത്തുമ്പോൾ അങ്ങനെന്താക്കി ചെയ്യുന്നത് ദീനക്ക് ബേനായി പൊറുതുക ഫ്രീ ആയിട്ട് സമ്പലന്തും ഇല്ല അങ്ങനെ വന്നിരുന്നത് അങ്ങ് കയറ്റിക്കര് അങ്ങ്. പിന്നൊന്ന് വല്ല ആമിലീനാലയാട്ടുണ്ട്. അത് ഇസ്ലാം രാജ്യത്ത് ഒരു മുസ്ലിം ഭരണാധികാരി ഭരണം നടത്തുമ്പോൾ സക്കാത്ത് നിയമിച്ച ആൾമാരുണ്ടാകും. അപ്പൊ അത് ഇന്ത്യയിലില്ല. അതിപ്പോ ഇസ്ലാം രാഷ്ട്രീയത്തോടെ അത് കണ്ടിട്ടില്ലാണ്ട് കണ്ടിയോടെ. അപ്പൊ ഈ വിഭാഗത്തോടെ കിട്ടില്ല. പിന്നെ 8 വിഭാഗത്തിൽ 5 വിഭാഗം 6 ഫക്കീർ, മിസ്കീൻ, കടക്കാർ, അതുപോലെ മുസാഫിർ ചൊല്ല്, പുതിയ മുസ്ലിം. ഈ 5 വിഭാഗമായിട്ട് ഇന്ത്യൻ നഗര റായത്തിൽ കിട്ടരുത്.
അപ്പൊ ഫക്കീർ ചെന്നെങ്കാറ് ഫക്കീർ ചെന്നെങ്കിൽ ഓണക്ക് നയിക്കിടതിലോ ഓന്റെ സമ്പത്തിൽ നിന്നോ പാതിക്ക് പാതി മെയ്യാലോ ഫക്കീർ. മിസ്കീൻ അവന് ഇത് മുക്കാലംശത്തിന് മേലുള്ള പക്ഷെ എത്തിക്കിട്ടില്ല. ಖರ್ಚಿಗೆ ಅವನಿಗೆ 500 ರೂಪಾಯಿ വേണം, ഒരു 400-450 നയിക്കുക. അവിടെ അഡ്ജസ്റ്റ്മെന്റ് അവിടെ ഓണം മിസ്കീന്. പിന്നൊന്ന് കടക്കാർ ചെന്നാൽ ഹലാലായ ആവശ്യത്തിന് കടെടുത്തിട്ട് കട വീടുക കഷ്ടപ്പെട്ടുണ്ടല്ലോ പിന്നെ കടക്കാർ. പിന്നൊന്ന് പുതിയ മുസ്ലിം ചെന്നെങ്കാറ് പുതിയ മുസ്ലിം ദീനക്ക് വന്നിര ഓണ് ഇപ്പൊ അങ്ങ വിളിച്ച പോണു മെയ്യാവും അത്ര ഗട്ടിയായിട്ടില്ല, അതുകൊണ്ട് ഈമാൻ ഗട്ടിയായിട്ടില്ല. ഓണക്ക് സക്കാത്തിലെ പൈസ കൊടുത്തോണ്ട് ഈമാൻ ഗട്ടിയാക്കാം. ഇല്ലെങ്കിൽ ഓണുകൾ വേറും പ്രശസ്തിയെല്ലാം ഉള്ളവനും ഓണക്ക് സക്കാത്തിലെ പൈസ കൊടുത്തേ വേറെ ആൾമാർ ഇസ്ലാം വరకు ചാൻസ് ഉണ്ട് എന്നാ അവിടെ കൊടുക്കാം. അപ്പൊ ഞങ്ങളെ റായത്തിൽ പുതിയ മുസ്ലിമുൻ കാണ്ടെങ്ക യാറത്തെ അങ്ങ് ദീനക്ക് വന്നിട്ട് അങ്ങ് നിസ്കാര നോമ്പെല്ലാം ഉണ്ട്, ഇസ്ലാം എല്ലാം അങ്ങനെ ഉറച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പുതിയ മുസ്ലിം എന്ന നിലക്കൊരു ഓതി കൊടുക്കുകയില്ല. പിന്നെ അവന് ഫക്കീറോ മിസ്കിനെ ആ ഓതി അവന് കൊടുക്കാം, കടക്കാരനെങ്കിൽ ആ ഓതി കൊടുക്കാം. അപ്പൊ പുതിയ മുസ്ലിം എന്ന നിലക്കുള്ള ഓതി എവിടെ കിട്ടണമെങ്കിൽ അവന്റെ ഇസ്ലാം ഉറച്ചിട്ടില്ലെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഊണുക്ക് കൊടുത്തത് കൊണ്ട് വേറെ ആൾ ഇസ്ലാം വർക്ക് തെറുണ്ട് സാധ്യതയുണ്ട് അവിടെ മാത്രം. അപ്പൊ എത്രയായിട്ട് 4. പിന്നൊന്ന് മുസാഫിർ എന്നെങ്കിൽ ഒരു യാത്ര പോണ്ടവനാ. വേറൊരു റായത്തവൻ അവൻ ഞങ്ങളുടെ റായത്ത് എത്തിര അവനും അവന്റെ ഫാമിലി ഡൽഹിയിലോ മദ്രാസിലോ ഉടക ഉണ്ട്, ഓന് പോണക്കപ്പുറം പൈസ ഇല്ല, എന്നാ സക്കാത്ര പൈസ കൊടുത്ത് അവനക്ക് സഹായിക്കാം. അത് അല്ലെങ്കിൽ ഈ റായത്തമേ യാത്ര പറത്തായത, പക്ഷെ അവನು എന്തോ ഒരു പൈസ എല്ലാം കണക്ക് കൂട്ടിയിട്ട് ഉമ്രത്തേക്ക് പറത്തായതായിട്ടില്ലേ. പക്ഷെ നോക്കുമ്പോൾ അവന് കിട്ടുന്ന പൈസ കിട്ടില്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുള്ള സക്കാത്ര പൈസ കൊടുത്ത് അവനക്ക് സഹായിക്കാം. അല്ല ഹജ്ജിക്ക് ഓൺ അപ്ലൈ കൊടുത്ത് ആക്കിട ഓണല്ല പൈസ എല്ലാം കണക്ക് കൂട്ടിയിട്ടിದ್ದೆ, പക്ഷെ അത് എന്തോ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, അത് പൈസ എല്ലാം കിട്ടില്ലാണ്ട് അവൻ കഷ്ടപ്പെട്ടുകൊണ്ടുള്ള സക്കാത്ര പൈസ കൊടുത്ത് അവനക്ക് സഹായിക്കാം. അവൻ യാത്രക്കാരെന്നും ചൊല്ലാം. അപ്പൊ ഇതില് ഫക്കീർ മിസ്കീന് കടക്കാർ യാറത്തെ റായത്തിലും കിട്ടും. പിന്നെ പുതിയ മുസ്ലിം ഏതെങ്കിലും ചില റായത്ത് കിട്ടാൻ കണ്ടെങ്കിൽ ഞങ്ങളെ ഇപ്പൊ പുതിയ മുസ്ലിം കിട്ടാനല്ല ഈമാൻ ഉറക്കാത്ത അങ്ങനത്തിൽ കൊറടിയായിരിക്കും. പിന്നെ പുതിയ മുസ്ലിമിന് യാറോ മാറ് ഫക്കീറോ മിസ്കീനോ, അപ്പൊ നമുക്ക് ആ ഫക്കീർ മിസ്കീൻ എന്ന ഓതിൽ കൊടുക്കാം. ഏതില് ഇങ്ങനെ ഈമാൻ ഉറച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ മുസാഫിർ അങ്ങനെ ഉംറത്തുക ഹജ്ജുക പുറപ്പെട്ട് കുടുങ്ങിയ ആൾക്കാരാ മെയ്യ ഇല്ലെങ്കിൽ അങ്ക് ഞങ്ങൾ സക്കാത്തിലെ പൈസ കൊടുത്ത് സഹായിക്കാം. അങ്ങനെ കിടത് ചില ആൾമാർ കുടുങ്ങിട്ടിക്കിട ഉമ്രത്തുകവും പറത്തായില്ല, പക്ഷെ ഓണ് വേറെ എന്തോ ഒരു പൈസ കണക്ക് കൂട്ടിയിട്ട, പക്ഷെ ആ പൈസ ഓണക്ക് കയ്യിൽ കിട്ടിയില്ല, അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും ആവശ്യത്തിൽ ചെലവായി പോയിട്ട് ഇപ്പൊ ഓണക്ക് ഭർത്തിയ പൈസ ഇല്ല, അപ്പൊ ഞങ്ങൾ സക്കാത്തിലെ പൈസ കൊടുത്ത് സഹായിക്കാം. ഇപ്പൊ ഈ 5 വിഭാഗമായിട്ട് സക്കാത്തിലെ അവകാശികൾ. അപ്പൊ ഈ സക്കാത്തിലെ അവകാശികൾ 5 വിഭാഗത്തെ ഞങ്ങൾ ഇപ്പൊ എങ്ങനെ സക്കാത്ത് കൊടുക്കണം, ഞങ്ങളെ റായത്തിൽ സക്കാത്ത് നിർബന്ധമാവിടെ എവിടെയാണ് കേട്ടെങ്കിൽ അതത് പക്കത്തിലായിട്ട് സക്കാത്ത് നിർബന്ധം അവിടെ. അപ്പൊ നന്റെ ബിസിനസ് എവിടെ ഉണ്ടോ അവിടെ ബിസിനസ് സക്കാത്ത് നിർബന്ധം അവിടെ, നന്റെ തടി എവിടെ ഉണ്ടോ ഫിത്ർ സക്കാത്ത് അവിടെ നിർബന്ധം അവിടെ, പെഞ്ഞായ്മക്ക എവിടെ ഉള്ളവർ അവിടെ ആയിട്ട് ഞങ്ങളെ ഫിത്ർ സക്കാത്ത് നിർബന്ധം അവിടെ. അപ്പൊ ആ സ്വത്ത് എവിടെ ഉണ്ടോ അവിടെ ആയിട്ട് ഫിത്ർ സക്കാത്ത് നിർബന്ധം അവിടെ. അങ്ങനെ ടൗൺ വരിക്കോറ ഞങ്ങളിപ്പോ ടൗണിലായിട്ട് ഇക്കടെ അല്ലെങ്കിൽ സൗദിയിലോ ദുബൈയിലോ അവിടെ ഇക്കടെ, അപ്പൊ ഞങ്ങളെ ഫാമിലി ഞങ്ങളെ ആശ്രയിക്കണ ഇക്കടത് അങ്ങക്കെല്ലാം കൊടുക്കുക അവർക്കെല്ലാം തെറിച്ചൊല്ലണ. ഞങ്ങൾ ഈ സക്കാത്ത് ഞങ്ങൾ കൊടുക്കേണ്ടത്, ഞങ്ങളെ സക്കാത്ത് ഞങ്ങൾ കണക്കൂട്ടി നോക്കുമ്പോഴത്തേക്കോ ഒരു 60,000 സക്കാത്ത് ഉണ്ട്. അപ്പൊ ഈ സക്കാത്തിലെ അവകാശികൾ ഞങ്ങൾ നോക്കുമ്പോ ഫക്കീറുണ്ട്, മിസ്കീനുണ്ട്, കടക്കാറുണ്ട്. ഇപ്പൊ ഞാൻ ഒരു റായത്ത് ബിസിനസ് ആക്കിയുണ്ടല്ലോ, ആ റായത്തിന് എന്റെ റായത്തില് അപ്പൊ അവിടെ ഫക്കീർമാറുള്ളവർ മിസ്കീന്മാറുള്ളവർ കടക്കാറുള്ളവർ ഞാൻ കണക്കൂട്ടി നോക്കുമ്പോൾ ഒരു 60,000 രൂപ സക്കാത്തിലെ പൈസ ഉണ്ട്. എന്നാൽ 60,000 രൂപയുടെ 3 ഓതിയാക്കണം. ഒരു ഓതി ഫക്കീർ ചൊല്ല ഈ ഭാഗത്ത്, ഒരു ഓതി മിസ്കീന് ചൊല്ല ഈ ഭാഗത്ത്, ഒരു ഓതി കടക്കാർ എന്നുള്ള ഈ ഭാഗത്ത്. എന്നിട്ട് ഈ ഫക്കീറും ചൊല്ലുടെ ഓതിയിൽപ്പെട്ട 20,000 അതിനെ ഒരു 3 ഫക്കീർ മാർഗങ്ങൾ കൊടുക്കണം. ഒരേപോലെ ആവണിട്ടില്ല, ഒരേപോലെ ആക്കണം ആക്കാം, അല്ലെങ്കിൽ യാറക്കൊരടി വൃത്തത്തിൽ യാർ ആവശ്യം തന്നെ അങ്ങനെ ആക്കിയിട്ടും കൊടുക്കാം. മിസ്കീന് ചൊല്ല ഈ ഭാഗത്തിന് 20,000 കൊടുക്കണം, കടക്കാർ എന്ന വിഭാഗത്തിനും 20,000 അതിൽ 3 ആൾക്കെങ്കിലും കൊടുക്കണം. ഇങ്ങനെ ആയിരിക്കും അതിൽ കൊടുക്കേണ്ട ഒരു രീതി. ഇനി അതാ അങ്ങനെ കൊടുക്കാം. അതിനായിരിക്കും സക്കാത്തിലെ. പിന്നെ എല്ലാവർക്കും എത്തുമായിട്ട് ഒരു റായത്തിൽ വലിയൊരു ബിസിനസ് ഉള്ളവൻ
ആറായത്തിൽ ഫക്കീർ മിസ്കിനോ എല്ലാവർക്കും എത്തുവാട്ടക്കാവടും എല്ലാവർക്കും കൊടുക്കുവാവടും ശരിയായ നിലക്ക് ഓതി വെച്ച് കൊടുക്കുവാവടും കണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക തിരിയുന്നല്ലേ. പിന്നെ അതായില്ല കണ്ടെങ്കിൽ ഓരോരോ വിഭാഗത്തിലോട്ട് മൂന്ന് ആൾക്കെങ്കിലും കൊടുക്കുക. അപ്പത്തെ ഒലിമ്പാലായിത്ത് അതിപ്പോ ഫക്കീർ മിസ്കിന് കടക്കാരുന്ന അവിടെ പുതിയ മുസ്ലിം കണ്ടെങ്കിൽ അതിൽ 4 ഓതി വെക്കണം. 4 ഓതി ആക്കിയിട്ട് ആ 4 ഓതിൽപ്പെട്ട 3 ആളുണ്ടെങ്കിൽ 3 ആൾ കൊടുക്കുക. ഇനി ഒരാളിന് ഒരാൾക്ക് കിട്ടും അങ്ങനെ. അപ്പൊ പിന്നെ ഒരു ഞങ്ങളെ ബിസിനസ് എല്ലാം വേറെ ഇതിലുള്ള ഇക്കടല്ലേ. അപ്പൊ ഞങ്ങളെ കുടുംബത്തെ ആശ്രയിച്ചിട്ടല്ല. അപ്പൊ ഷാഫി മദ്ഹബിൽ തന്നെ സക്കാത്ത് അതത് അവിടെ വെച്ച് കൊടുക്കണം എന്നായിട്ട് ഇവിടെ ഒന്നാമത്തെ അഭിപ്രായം. ഇനി ചിലപ്പോ ഞങ്ങൾ സൗദിയിലോ ദുബൈയിലോ ബിസിനസ് ആക്കുമ്പോഴത്തേക്കൊക്കെ അവിടെ അത്ര വലിയ അവകാശങ്ങൾ എന്തും ഇല്ല. അവിടെ അതിന് ആവശ്യമില്ല. ഓന്റെ കുടുംബത്തിൽ പാവത്തങ്ങ കഷ്ടത്തങ്ങളുള്ളാറ്. അപ്പോ ഓണക്ക് എന്താക്കാം ഷാഫി മദ്ഹബില് പിന്നെ ഒരു പക്കം കൊടുത്തെങ്കിൽ ആവുടി എന്നുള്ള അഭിപ്രായമുണ്ട്. ഞാൻ ആ അഭിപ്രായം അനുസരിച്ചിട്ട് ഞാൻ അമല് ചെയ്തതിന് വിചാരിച്ചിട്ട് ഓണക്ക് എന്താക്കാം ഓന്റെ കുടുംബത്തിലോ ഓന്റെ ഫാമിലിയിലോ ഓന്റെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുമാർക്ക് കൊടുക്കാം. ഞാൻ ഫസ്റ്റ് ചെന്ന രീതിയിൽ കൊടുക്കുക സൗകര്യമാണെങ്കിൽ അത് തന്നെ കൊടുക്കാം. അത് ചിലപ്പോ അത് നല്ല ഇട്ടിക്കും, ചിലപ്പോ ഇത് നല്ല ഇട്ടിക്കും അങ്ങനെ. ഇനിയിപ്പോ ഞങ്ങൾ അങ്ങനെയല്ല. നമുക്കൊരു ഒരു ടൗണിലൊരു ഒരു ബിസിനസ് ഉള്ളതാണ്. ആ ബിസിനസ് ഇക്കുമ്പോ ഓന്റെ കുടുംബത്തിൽ പെട്ടങ്ങമോ ഓന്റെ ഇതിൽപ്പെട്ട ആളുമാറോ ഈ ബിസിനസ് നടക്കുന്ന ജാഗിക്ക് ബന്നറിട്ട് വെക്കാം. എന്നാ അപ്പ അവിടെ സക്കാത്ത് കൊടുത്തെങ്കിൽ ആ സക്കാത്ത് കൊടുക്കുന്നത് അവിടെ ആവണം. എടുത്തുള്ളവൻ ഔഡവണേ ആവണുണ്ടെന്നും ഇല്ല. ഉദാഹരണക്ക് ನಾನು ಮಂಗಳೂರಿലായിട്ട് ബിസിനസ് ആക്കണേ. അപ്പൊ ചൊമ്മ ಅಂಗಡಿ ചൊമ്മ ബിസിനസ് ರಂಗಲ್ಲ കൂടാതെ. അപ്പൊ അവിടുത്തെ ആളുമാർക്ക് അത്ര വലിയ ആവശ്യം ഇല്ലാണ്ട് വെക്കാറ്. ഉദാഹരണം അവിടെ പലയിടത്തെല്ലാം ഇല്ല. അപ്പൊ ഞങ്ങളെ കുടുംബത്തങ്ങ ഞങ്ങളെ ಅಂಗಡಿಗೆ ಬನ್ನಪ್ಪ കൊടുത്തേന്ന് കണ്ടെങ്കിൽ ഞങ്ങളെ സക്കാത്ത് ഞങ്ങൾ അവിടെ കൊടുത്തതുപോലെ ഏന അതല്ല അങ്ങനെ വന്നില്ല. ഓൻ ചൊമ്മ കഷ്ടത്തിലുള്ളവൻ, ഓനൊരു നല്ലൊരു മനുഷ്യ അല്ലെ ഞങ്ങളായിട്ട് ചൊമ്മ ബന്ധമുള്ളവന്. അപ്പൊ ഞങ്ങൾക്ക് പിന്നൊരു മൂത്ത് കൊടുക്കുകയുള്ളൂ എന്നുള്ള അഭിപ്രായം ഉണ്ടല്ലോ. ആ അഭിപ്രായം അനുസരിച്ച് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ പിന്നെ ചില സന്ദർഭങ്ങളിലെല്ലാം സക്കാത്ത് ചിലപ്പോ ഒർത്തകെ കൊടുക്കുകയും അവിടെയെങ്കിൽ തെറുണ്ടു. ഞങ്ങൾ ഇങ്ങനെ കൊടുക്കണം. ഞാൻ ചെന്നതുപോലെ ചില സന്ദർഭം അനുസരിച്ചിട്ട് ഞങ്ങൾ നോക്കണം. ഞാൻ എന്നെങ്കിൽ ഓന്റെ ഇല ഒന്നൂറ് അകക്കെട്ടിട്ട് ഭയങ്കര കൊടുക്കൽപ്പെട്ടു പോയില്ല. ಅಂದ್ರೆ ഓനൊരു മീഡിയം നിലയ്ക്ക് അവ കെട്ടിയത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇതിൽ ബിസിനസ്സിൽ കുടുങ്ങിപ്പോയിടാൻ വെക്കാം. ചിലപ്പോൾ അങ്ങനെ ഇല്ലല്ലോ. അപ്പൊ ഓന്റെ 1 ലക്ഷം രൂപ സക്കാത്ര പൈസ ഒന്നും വെക്കാം. അവനാണെങ്കിലും അലക്ക് നിവൃത്തിയില്ല. എന്നാ സക്കാത്ര പൈസ മുഴുവനായിട്ട് അവന് കൊടുക്കട്ടെ, അവൻ രക്ഷപ്പെടട്ടെ, കൊടുക്ക. മൂത്തോണ്ടത് ഇലവണ് കൊടുത്ത് അല്ലെ ഇല ഉണ്ടത് മൂത്തോണ് കൊടുത്ത് അല്ലെങ്കിൽ ചിലപ്പോ ബാപ്പകയോ ബാപ്പക്ക് ഫക്കീർ മിസ്കീൻ എന്ന ഓതിൽ ബാപ്പക്ക് കൊടുക്കുകയില്ല. പക്ഷേ ബാപ്പ എന്തോ ഒരു ഇതിൽ കുടുങ്ങിപ്പോയിത്ത്, എന്തോ ഒരു വീട്ടിലോ ഇതിലോ എന്തെങ്കിലും കുടുങ്ങിപ്പോയിത്ത്, ഭയങ്കര കഷ്ടത്തിലായിത്ത്, ഒരു നിവൃത്തി ഇല്ലാണ്ടായിത്ത്. അപ്പൊ ഫക്കീർ മിസ്കീൻ ഒന്നെങ്കിൽ ಖರ್ಚಿಗೆ മെയ്യാവത്തങ്ങട്ടല്ലേ ഞങ്ങൾ ചൊല്ലേ. അപ്പൊ മക്ക ബാപ്പക്ക് കൊടുക്കണ്ടേ. അപ്പൊ ഉടിപ്പ് അങ്ങനല്ല. ഉടിപ്പ് ഒരു കടത്തിലാ കുടുങ്ങിപ്പോയത്. ഓണ്ടതാണെങ്കിലോ ഒരു 2 ലക്ഷം രൂപ സക്കാത്ര പൈസ എല്ലാം ബാപ്പ കൊടുക്കട്ടെ. അതല്ല എവിടെ ചെന്നെങ്കിൽ ഇങ്ങനത്തെ പൊസിഷനിൽ എല്ലാ സന്ദർഭവും എപ്പോഴും അങ്ങനെ ആക്കുമെന്ന് ചൊല്ലല്ല. ചില സന്ദർഭങ്ങളിൽ ഞങ്ങളെ ഇലമൂത്തനാലെ കുടുംബ ഫാമിലി ഇത്ര ആൾമാരെ ഞങ്ങൾ കൂടുതൽ പരിഗണിക്കണ്ടേ. അപ്പൊ അതൊക്കെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഒരു തെരുണ്ട്. ഇങ്ങനത്തെ സന്ദർഭങ്ങളിലെല്ലാം അത് ചെയ്യാമെന്ന്. അപ്പൊ ഞാൻ അത് തുടക്കത്തിൽ ഞാൻ തന്നെ ഞങ്ങൾക്ക് തെറുണ്ട്, അത് ഞങ്ങൾ ഒന്ന് പഠിച്ചെങ്കിലായിട്ടുണ്ട്. അപ്പൊ കടക്കാറ് എന്ന രീതിയിൽ കടമുള്ളങ്ങ ಅದರ അവകാശങ്ങളല്ലേ. പിന്നെ ഈ സക്കാത്ത് ഒരിക്കലും നിങ്ങൾ കമ്മിറ്റി കൊടുക്കത്തില്ല. സക്കാത്ത് വ്യക്തിಗೆ സക്കാത്തുള്ളേ. ഇപ്പൊ ഞങ്ങളുടെ കമ്മിറ്റി എന്നെങ്കിൽ ഒരു സംഘടനക്കും സക്കാത്ത് കൊടുത്തെങ്കിൽ സക്കാത്ത് വീടില്ല. അത് ഒരു നിലക്കും സഹിയാവില്ല. ഞങ്ങളത് വിവരിക്കപ്പോയെങ്കിൽ ഞങ്ങളെ ടൈം യാറൊപ്പുണ്ട്. അപ്പൊ എന്താണെങ്കിൽ ഈ സക്കാത്ത് ചൊല്ലത് സംഘടനയുടെ വേറെ എന്തെല്ലാം നിലക്ക് കളക്ഷൻ ആക്കിടാറ് അതാക്കിട്ട് കൊടുക്കട്ടെ, അങ്ങനെ നല്ലതുക്കോ ഇതൊക്കെ ആക്കട്ടെ. അതേ സമയത്ത് സക്കാത്ത് ചൊല്ലതുക്ക് അതിൻ്റെതായ ഒരു രീതി നിയമമുണ്ട്. അപ്പൊ അതനുസരിച്ച് അതേപോലെ ആവും. അപ്പൊ ഞങ്ങൾ എന്താക്കണ്ട, ഞങ്ങളെ സക്കാത്ത് ഞങ്ങമേ കൊടുത്തോളാം. ചില ആൾമാർ എന്താക്കുന്നത് ഈ കൊടുക്കു ഉദാസീനായിട്ട് ആൾമാരട്ടെ ഞാൻ സക്കാത്ര പൈസ ഇത്തോണ്ട് അങ്ങ് കൊടുത്തു വിട്ടോ, അങ്ങ് അതിനെ കൊണ്ടിട്ട് ഇവിടെ മാരിയോ എന്തോ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇതാക്കി വിട്ടു. അത് സക്കാത്താവില്ല. സക്കാത്ത്
സ്വത്ത് അവകാശികൾക്ക് കൊടുത്താൽ മാത്രമില്ല, ആഖിറത്തിൽ നിങ്ങൾ ഉത്തരവാദിയാവും. ആഖിറത്തിൽ നിങ്ങളെ സക്കാത്ത് വീടില്ല. അങ്ങനെ ഒരു നില ഇപ്പൊ ഞങ്ങൾ കമ്മിറ്റി വന്ന് പള്ളി കൊടുത്തെങ്കിലും ആവില്ല, മദ്രസ കൊടുത്തെങ്കിലും ആവില്ല, സ്ഥാപനത്ത് കൊടുത്തെങ്കിലും ആവില്ല. സക്കാത്ത് അള്ളാഹു നിയമിച്ച ആൾമാർക്കാവും. പിന്നെ ചിലപ്പോ ഇങ്ങനെ പണ്ടി അങ്ങനെ വന്നിട്ടുണ്ട, ഞങ്ങ ഒരു രാജ്യത്തിൽ ഒരു പള്ളി കെട്ടുപറ്റി, പള്ളി ആ പ്രസിഡന്റ് ഉത്തേജനത്തിൽ അയാൾ കെട്ടി, അയാൾ എന്താക്കിയിട്ട് കുറെ ആൾമാരുടെ പൈസ എല്ലാം കടെടുത്തിട്ട് അതെല്ലാം ഫിനിഷാക്കി ഒക്കോലെല്ലാക്കിയിട്ട് ഇപ്പൊ അയാൾ കടെടുത്ത ആൾമാര് അയാൾ പൈസ അല്ല, അയാളൊരു ഹാജറിന്റെ വെക്കാം. പക്ഷെ അയാളൊട്ട് ആൾമാർ കേട്ടിട്ടുള്ളത് കടെടുത്തന്നെ അയാൾ പൈസ തരും. അപ്പൊ അയാൾ കടം കൊടുക്കണ്ടേ? അപ്പൊ അയാൾക്ക് സക്കാത്ര പൈസ കൊടുക്ക, സക്കാത്ര പൈസ അയാൾ കടം വീടിട്ട് അയാൾ മുതലാളിയേ. പക്ഷെ അയാളിപ്പോ അയാളെ ആവശ്യത്തിൽ കടെടുത്തിട്ടല്ലോ. ഇപ്പൊ ഉദാഹരണം ഒരു 2 ലക്ഷം രൂപ അയാൾ ഇട്ടിട്ട് പിന്നെ ഒരു 2 ലക്ഷം രൂപ പുറത്തിനെ കടെടുത്തിട്ട് അന്നെ കടെടുത്തിട്ടല്ല ഈ പള്ളിയുടെ സ്വറല്ല അയാൾ ഭർത്തിയാക്കിട്ട് ചെന്നാൽ റായത്തെ ആൾമാർക്ക് ഒരു പള്ളി പേനിത്ത്. അപ്പൊ അത്യാവശ്യത്തുള്ള ആ പള്ളികൾ ഇതെല്ലാം ആക്കി ഇയാൾ കടെടുത്തിട്ട് ഭർത്തിയാക്കിട്ട് അത് ഫിനിഷാക്കി ഈ അയാൾ 2 ലക്ഷം ഇട്ടു, അത് അയാൾ ഇതിട്ട് അത് കടാൻ ചെന്നിട്ട് സക്കാത്ത് എടുത്തുള്ളതാവൂലേ, അത് അയാളെ കൈയുടെ അയാളിട്ടത്. പത്രങ്ങളെ എടുത്തോണ്ട് കടത്ത ആൾമാർ അങ്ങ് കേട്ടോണ്ടുള്ളത്. അപ്പൊ അയാൾക്ക് സക്കാത്ര പൈസ കൊടുക്കാം, അത് വ്യക്തികളായിട്ട് കൊടുക്കില്ലേ. ചെന്നാൽ ഇയാള് റായത്തെ എല്ലാ ആൾമാരെ നന്മക്ക് വേനായിട്ട് ഇയാൾ കടാക്കിയത് കൊണ്ട് കടക്കാരനായത് എന്ന നിലക്കായിട്ട് അയാള് സക്കാത്ത് എടുത്തോളൂടേ. അപ്പൊ അങ്ങനെ കൊടുക്കാം. പിന്നെ എന്താ ഈ റമദാനില് സക്കാത്ത് കൊടുക്കല്. ഞാൻ ചെന്നൊരു തുടക്കത്തില് സക്കാത്തും റമദാനുമായിട്ടൊരു ബന്ധമില്ല. അത് റമദാനിൽ കൊടുക്കുന്നത് സക്കാത്തും അല്ലാത്തപ്പോ സദക്ക അങ്ങനല്ല. സക്കാത്ത് ചൊല്ലത് അത് വർഷപൂർത്തിയാവുമ്പോ നിങ്ങ എപ്പോ ബിസിനസ് തുടങ്ങിയാലോ ആ ബിസിനസ് തുടങ്ങിയിട്ട് ഒരു വർഷം ആകുമ്പോഴത്തേക്ക് സക്കാത്ത് നിർബന്ധമായിട്ട് വേണ്ടേ. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് കൂടുതൽ ആൾമാർ ഇങ്ങനെ ആശ്രയിക്കിടാങ്ങ ഇങ്ങനെ ഫാമിലിയുടെ അല്ല ഇങ്ങനെ മുട്ടെന്തിലേക്ക് വേണ്ടാറ് റമദാനില് സക്കാത്തുക്ക് വേണ്ടി വേണ്ടാറ്. അയക്ക് ഞാൻ ഉപ്പാട്ട് ഒരു ഓപ്ഷൻ ചെന്ന് എങ്ങനെ മുന്തിച്ചു കൊടുക്കുക ആവുറുണ്ട് മുന്തിച്ചു കൊടുക്കാന്ന്. അപ്പൊ എന്താക്കാ ഓന്റെ വർഷം പൂർത്തിയാവുന്നത് റബിയുള്ളവല്ല. പക്ഷെ ഓന് റമദാനിലെ ഓൻ എന്താക്കിയ ഓനിപ്പോ ഇന്നലെ ബിസിനസ് തുടങ്ങി, ഉദാഹരണം വെക്ക ഇന്നലെ ബിസിനസ് തുടങ്ങി, എന്താ ഇന്ന് മുതൽ ഓനക്ക് സക്കാത്ത് സ്റ്റാർട്ട് ആക്കാം. അപ്പൊ സക്കാത്ത് പിന്നെ എല്ലാ ബിസിനസ്സിലും വേണ്ട, എല്ലാ ബിസിനസ്സിനും സക്കാത്ത് പണ്ട്. ഇപ്പൊ വാട്ടൽ വരെ സക്കാത്ത് പണ്ട് ചൊത്തല്ലേ. അപ്പൊ സക്കാത്ത് നിർബന്ധമാവണമെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കൊരു കഴിഞ്ഞ റമദാനില് ഒരു 25,000 രൂപയുടെ മാല് കൊടന്നിട്ട് ഒരാളവരെ ചെറിയൊരു അങ്കടി തുടങ്ങിയത് എത്ര ഇട്ടറയില് 25,000 രൂപയുടെ ഇട്ടു. കഴിഞ്ഞ മുഹറം 10 കഴിഞ്ഞിട്ട് അയാൾ ബിസിനസ് തുടങ്ങി. ഈ മുഹറം 10 എത്തുമ്പോഴത്തേക്കും അതിൽ 1 ലക്ഷം രൂപയുടെ സാമാനുണ്ട്. പിന്നെ ഒരു ഇതിൽ കിട്ടിയ ലാഭമായിട്ടല്ല അതിൽ എടുത്ത് വെച്ചത് ഒരു 10-15,000 രൂപ അവിടെ ഉണ്ട്. പിന്നെ ഡ്രൈവറിലുള്ള അതിലെ പൈസ ചൊല്ലത് ഒരു 10,000 ഉണ്ട്. പിന്നെ ഒരു കട അത് ഇതിന് പോയതിൽ ഒരു 5,000 രൂപ ഉണ്ട്. എല്ലാം കൂടി നോക്കുമ്പോൾ 1 ലാഖിൽ മേൽ 1.5 ലാഖ് മുട്ടുണ്ട്. അയാൾ സക്കാത്ത് കൊടുക്കണം. അയാൾ സക്കാത്ത് കൊടുക്കണം. തുടങ്ങുമ്പോ അയാൾ 25,000 തുടങ്ങി. ഇനി കഴിഞ്ഞ വർഷം അയാള് 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ ഇട്ടിട്ട തുടങ്ങിയതിൽ വെക്കാം. ഈ വർഷം ആകുമ്പോഴത്തേക്ക് അതൊരു 30,000 രൂപ പോലും ഇല്ല. എന്നാ പിന്നെ സക്കാത്ത് നിർബന്ധമല്ല. അപ്പൊ സക്കാത്ത് നിർബന്ധമാണെങ്കിൽ എത്ര രൂപയുടെ ചരക്ക് വേണം? ചരക്ക് വന്നെങ്കിൽ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട പൈസ എല്ലാം കണക്കൂട്ടിച്ചല്ലേ. அதுக்கு 595 ഗ്രാം വെള്ളിക്ക് എത്ര രൂപ പൈസ ആവോ അത്ര രൂപ പൈസ. ഇപ്പൊ 595 ഗ്രാം വെള്ളി, 1 ഗ്രാം വെള്ളിക്ക് എത്ര ആയിട്ട് നിങ്ങൾ ഒന്ന് നെറ്റിൽ സെർച്ച് ആക്കി നോക്കൂ, ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ കാണും 1 ഗ്രാം വെള്ളിക്ക്. അപ്പൊ ഇന്നത്തെ 1 ഗ്രാം വെള്ളിക്ക് എത്ര ആവും? ഉദാഹരണക്ക് ഞങ്ങൾ ഇന്ത്യ 1 ഗ്രാം വെള്ളിക്ക് 100 രൂപ വിൽക്കാം. 1 ഗ്രാം വെള്ളിക്ക് 100 രൂപ. അപ്പൊ 1 ഗ്രാം വെള്ളിക്ക് 100 രൂപ എങ്കിൽ 595 ഗ്രാം വെള്ളിക്ക് എത്ര ആയിട്ട്? ഞാനിപ്പോ ഇന്നത്തെ കറക്റ്റ് കണക്ക് പിടിച്ചല്ല, ഞാൻ ഒരു ഉദാഹരണക്ക് ചൊന്നേ. അപ്പൊ 59,500 രൂപ ആവും. അത് ഇന്നത്തെ റേറ്റ് അനുസരിച്ച് അവർ ചൊന്നേ. അപ്പൊ അത്തറിൽ ഇന്നെങ്കിൽ ഞങ്ങൾ ബെല്ലിയുടെ റേറ്റ് കണക്കൂട്ടിയല്ല. ജ്വല്ലറിൽ കേട്ടാൽ ഞങ്ങൾ ചൊല്ലാറ് ബെല്ലിയുടെ പാനത്തെ അല്ലെ പേപ്പറിൽ പണ്ട് അല്ലെ മൊബൈലിൽ അടിച്ചു നോക്കുക. അപ്പൊ 1 ഗ്രാം വെള്ളിക്ക് എത്ര? 595 ഗ്രാം വെള്ളിക്ക് എത്ര രൂപ ആവും? അത്ര രൂപയുടെ പൈസത്തിൽ മേലിന്നെങ്കിൽ അത്ര രൂപ പൈസ വേണം.
അത്തറുപ്പടെ ചരക്കും ഇതെല്ലാം ആയിട്ട് വേണം എങ്കിലേ സക്കാത്ത് നിർബന്ധമുള്ളൂ. അതിനായിട്ട് കൊറോടി നിങ്ങൾക്ക് സക്കാത്ത് വേണ്ട. ഇപ്പൊ ഐസ് ക്യാൻഡി ബാനിയാക്കണം, ഓൺ ഐസ് ക്യാൻഡി എല്ലാം ബാനിയാക്കി ഓണെല്ല ബിത്ത് വന്നിട്ട് നോക്കുമ്പോഴത്തേക്കോ ഓണ്ടേല 5000 രൂപയുടെ ഐസ് ക്യാൻഡി ഉള്ളി. പിന്നെ അതിൽ ലാഭാണ്ടൊരുത്തൽ കിട്ടിയതെല്ലാം എടുത്ത് വെച്ചത് ഒരു 10,000 ഉണ്ട്, 15,000. ഈ 15,000 സക്കാത്ത് എന്തും വേണ്ടില്ല. 595 ഗ്രാം വെള്ളിക്ക് എത്ര രൂപ ആവോ അത്ര രൂപ. അപ്പൊ ഇന്നത്തെ കണക്കനുസരിച്ചിട്ട് ഒരു 50,000 മേലെ വേണ്ട. 595 ഗ്രാം ഒരു 60,000 രൂപ മുട്ട നിൽക്കുന്നത് ഇന്നത്തെ ഇപ്പത്തെ റേറ്റ് അനുസരിച്ചിട്ട്. ഇതേ ഒരു 10 വർഷം മുന്നോട്ട് നോക്കണെങ്കിലോ, 10-15 വർഷം മുന്നോട്ട് നോക്കണെങ്കിലോ ഒരു 25,000 30,000 രൂപ. രണ്ട് വെള്ളിക്ക് റേറ്റ് കുറഞ്ഞിട്ട്. അപ്പൊ 595 ഗ്രാം വെള്ളിക്ക് എത്ര രൂപ ഉണ്ടോ അത്ര രൂപ എത്ര അവിടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് പൈസ ഉണ്ടോന്ന് കണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ടെങ്കിൽ ഈ ചരക്കിന്റെ റേറ്റും അതിലെ അതിന്റെ ഡ്രവറിൽ നിന്നതും കിട്ടകൊള്ള കടവും പിന്നെ ഓൻ അതിൽ നിന്ന് കിട്ടിയ ലാഭമെല്ലാം അവിടെ എടുത്തു വെച്ചിട്ട് അതെല്ലാം കണക്ക് കൂട്ടിയിട്ട് ചൊല്ലേ. അപ്പൊ അതിൽ ഇടയിൽ തീന്ന് പോയതൊന്നും കണക്ക് കൂട്ടണ്ട. ബാന്യത്തെ ഇടയിൽ ചിലപ്പോ വലിയൊരു ലാഭം കിട്ടിട്ടാകുമ്പോ ഒരു കാർ എടുത്തറ, ലാഭം കിട്ടിട്ടാകുമ്പോ അവ കെട്ടിറ, വലിയൊരു ലാഭം കിട്ടിട്ടാകുമ്പോഴത്തേക്ക് ചിലപ്പോ അങ്ങനെയൊക്കെ ഈ ലാൻഡ് ബിസിനസ്സിലെല്ലാം ഇതിലെ ലാഭമെല്ലാം കൊടുക്കും കിട്ടും. ആ സമയത്ത് അങ്ങ് എന്താക്കിടാറ് അങ്ങ് ഇതെല്ലാം എന്തെങ്കിലും എടുത്ത് വെക്കിടാറ്, അല്ലെ മൂല മഞ്ഞലാക്കിട്ടിക്കിടാറ്. അതൊക്കൊന്നും സക്കാത്ത് വേണ്ടില്ല. സക്കാത്ത് വേണ്ട വർഷം ആകുമ്പോൾ മാത്രം. ആ വർഷം ആയിൽ പിന്നെ ലേറ്റ് ആക്കുക തീരാം. വർഷാവലോട് കൂടി സക്കാത്ത് കൊടുക്കണം. വർഷം ആയിൽ പിന്നെ പിന്തിക്കുക തീരാം. നിർബന്ധമായാൽ പിന്നെ ഞങ്ങൾ പിന്തിക്കു തീരാം, കുറ്റക്കാരാവും, ദോഷക്കാരാവും. അതുകൊണ്ട് അത് നിർബന്ധമായ സമയത്ത് തന്നെ കൊടുക്കണം. അതാണ് അച്ഛൻ സക്കാത്ത് അള്ളാഹു തആല നിർബന്ധമാക്കിയത്. ഓന് ഞങ്ങൾ ഹാജാർമാർക്ക് മാത്രം സക്കാത്ത് ഉണ്ട്, അങ്ങനെയില്ല. ആചാർക്കും ആചാരല്ലാത്തവനക്കും സക്കാത്തും അല്ല. ചിലപ്പോൾ ആചാർക്കും സക്കാത്ത് എടുത്തോളം വേണ്ടിയും വരും, അങ്ങനെ ഉണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷം കൊടുത്തവണെങ്കിൽ ഈ വർഷം കൊടുക്കണം, അങ്ങനെ ഇല്ല. അവകാശിയാണോ അല്ലേ എന്നതേ നോക്കണേ. അവകാശിയെങ്കിലും മാത്രമേ സക്കാത്ത് കൊടുക്കുകയുള്ളൂ. ഇപ്പൊ ഞങ്ങൾക്ക് എന്താക്കാം, വേണ്ടപ്പെട്ട ആൾമാർക്ക് ഞാൻ പഠിച്ചെന്നല്ലേ, ഞങ്ങൾക്ക് എന്താക്കാം അവിടെ സക്കാത്ത് വേറൊരു പക്കത്തുകൾ കൊടുക്കുക അവിടെ എന്നുള്ളത്. അപ്പൊ ആ മസാല അനുസരിച്ച് ഞങ്ങൾക്ക് സന്ദർഭം നോക്കിയിട്ട് ഞങ്ങൾക്ക് ചെയ്യാം. ഇനി ഞങ്ങൾക്ക് അവിടെമേ കൊടുക്കുക അവിടെ, അത് ഏറ്റവും ബെസ്റ്റ്. അവിടെയും കൊടുക്കുക വെച്ചെങ്കിൽ ഞങ്ങൾ ഇപ്പൊ ഞങ്ങളെ ഫാമിലി പെട്ടെന്ന് വന്നാറ് എന്തോ ഒരു ആവശ്യത്തിൽ വന്നാറ്, അപ്പൊ ഞങ്ങളെ സക്കാത്ര പൈസ എടുത്ത് കൊടുക്കുക തീന്തല്ല. അവിടെ പറപ്പെട്ട അഭിപ്രായ പ്രകാരമേ തീന്തല്ല. അപ്പൊ കടം ഉള്ളത് കൊണ്ടിട്ട് സക്കാത്ത് ഇല്ലാണ്ടില്ല, കടയിനെതിരെ ലെസ്സാക്കിയിട്ടും സക്കാത്ത് കൊടുക്കുകയില്ല. അത് ടോട്ടൽ മൊത്തത്തിൽ ആയിട്ടിട്ട് സക്കാത്ത് പണ്ട്. അതവരുടെ ബിസിനസ്സിലെ ആ സമ്പത്ത് അള്ളാഹു താല നിർബന്ധമാക്കിയ ഒന്നായിട്ടിട്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്താക്കണം, അതൊരു ഇബാദത്തിട്ട് ഞങ്ങൾ മനസ്സിലാക്കി ചെയ്യണം. ഇബാദത്ത് എന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ചെയ്യണം. അപ്പൊ അള്ളാഹു താല അതൊരു ബറക്കത്തും തണ്ട, അഭിവൃദ്ധിയും തണ്ട. പിന്നെ ഞങ്ങൾ മനസ്സൊരു തൃപ്തി ഇല്ലാണ്ട് കൊടുക്കുമ്പോഴത്തായിട്ടിട്ട് അത് സ്വീകരിക്കപ്പെട്ട രീതിയിലാവില്ല എന്നുള്ളത്. അതായത് ഞങ്ങൾ അത് ഇതൊരു ഇബാദത്തിട്ട് ഞങ്ങൾ മനസ്സിലാക്കി ചെയ്യുമ്പോൾ അത് ഞങ്ങൾക്ക് സുലഭമാണ്, എളുപ്പമാണ്, ചെയ്യുക മനസ്സ് റാത്താവും. അപ്പൊ 5 ലാഖ് 6 ലാഖ് 7 ലാഖെല്ലാം ചെലവാക്കി ഹജ്ജിക്ക് കൊണ്ടില്ലേ. പക്ഷെ അതാറും ഇത് ഇത്ര കർശൈപത്തിന് പേരിക്കില്ലല്ലോ, അതൊരു ഇബാദത്തിന്റെ പേരിക്കില്ല. അപ്പൊ ഇതേ ഞങ്ങൾ ഇബാദത്ത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് സുലഭവും. അപ്പൊ അതൊരു ബറക്കത്തുണ്ട്. അപ്പൊ ഞാൻ ചൊല്ലത് ബിസിനസ്സും ചൊല്ലത് വലിയ ബറക്കത്തായിട്ടില്ല. വലിയ ഇസ്ലാം അത് പ്രോത്സാഹിപ്പിച്ച് തന്നെ. അതേ സമയത്ത് അതിൽ ഞങ്ങൾ വിശ്വസ്തരാവണം, അള്ളാഹുടെ തഖ്വ ചെയ്ത് ജീവിക്കണം. അള്ളാഹുടെ തഖ്വ ചെയ്ത് അതിലുള്ള ഹക്കുകളെ ഞങ്ങൾ നോക്കിയണം. പിന്നെ ഒരു ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നത്, നിങ്ങൾ ബിസിനസ്സും ചൊല്ലത് അത് വലിയ എന്തായിട്ട് യാ മാശറ തുജാർ ഇന്ന ശൈത്താന വൽ ഇത്മ യഹ്ദുറാനിൽ ബൈഅ ഫശൂബു ബൈഅക്കും ബിസ്സദഖ. ഈ ബിസിനസ്സും ചൊല്ലതിൽ അതിലെന്താണ്, ഈ ശൈത്താന്മാരും ഇടപെട്ട് മനുഷ്യന്മാർ വസ്വാസാക്കിയ ദോഷത്തിൽ ബുൾവാട്ടറങ്ങല് അങ്ങനെ ബാന്യത്തങ്ങല് അങ്ങനെ ശൈത്താൻ ഇടപെട്ടിട്ട് എന്താക്കട അവിടെ ഹാജരായിട്ട് എന്തെങ്കിലും ദോഷത്തിലോ ഇങ്ങനെല്ലാം അങ്ങനെ ബാക്കിയാക്കണം. അതുകൊണ്ടിട്ട് നിങ്ങളെ കച്ചവടത്തിൽ നിങ്ങൾ സ്വതക്ക കൊടുത്തോളൂ. അപ്പൊ സക്കാത്ത് ഞങ്ങൾ കൊടുക്കണം. അതോട്ട് സ്വതക്കാൻ ചൊല്ല ചില നല്ല ഇപ്പൊ ഇടപെടലെല്ലാം ഞങ്ങൾ അവകാശി അല്ലാത്തങ്ങ വേണ്ടാവും, അവകാശിയായിട്ടിരിക്കാൻ. അപ്പെല്ലാം ഞങ്ങൾ എന്താക്കണം, തെല് സദക്കം കൂടി കൊടുക്കണം. അപ്പൊ സദക്ക എന്ത് കൊടുക്കണമെന്നെങ്കിൽ ഈ ശൈത്താന്മാർ വന്നിട്ട് ഇതാക്കിട്ടാകുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താ കുറെ തെറ്റിലും തപ്പിലും നിങ്ങൾ ബാക്കിയായിക്കൊണ്ടാവും. അപ്പൊ ഈ സദക്ക കൊടുക്കുമ്പോൾ അതൊക്കെ മായിഞ്ഞു പോണ്ട്, ആഹ്റത്തിലുള്ള പുറത്തു തറവ് കാരണമാവുള്ളൂ.
പിന്നെ അങ്ങനെ തപ്പ് ബറാണ്ടിക്കും കാരണമുണ്ട്. അതുകൊണ്ടിട്ട് ജക്കാത്തിനും കൊടുക്കണം. പിന്നെ ജക്കാത്തിന് അവകാശി അല്ലാത്ത കണ്ടെങ്കിൽ നമുക്ക് സദക്കല്ല കൊടുക്കാം. സദക്കല്ല ഇടപെടൽ എന്താക്കണം, കൊടുക്കണം. ചില ബാല്യങ്ങൾക്കാർക്ക് അങ്ങനെ ആയിട്ടിരിക്കുന്നത് നല്ല എത്തിയും കാണുകയോ ഇതുക്കോ അല്ലെങ്കിൽ പാവത്തനക്കോ തിങ്ങൾക്ക് ഇത്തരമായിട്ടുള്ള കൊടുക്കണങ്ങളുള്ളവർ അതെല്ലാം നല്ല കാര്യം തന്നെ ആയിട്ടില്ല. പ്രത്യേകിച്ച് അത് ബാല്യത്തിൽ വേണം. കാരണം അവിടെ ശൈത്താൻ ഹാജരാവുന്നെങ്കിൽ യാറത്ത് ഇപ്പൊ നിങ്ങൾ ഭൂമിയിൽ ഏറ്റവും നല്ല ജാഗ്യ പള്ളി ആയിട്ടിരിക്കണം. മോശമായ ജാഗ്യം ചൊല്ലിത് അങ്ങാടി ചെന്ന് അവിടെ ഈ എന്താക്കുന്നത് കളവ് വഞ്ചന ഡോങ്കി ഇതെല്ലാം നടക്കുന്നത് കൊണ്ടായിട്ടിരിക്കുന്നത്. അപ്പൊ കുറെ അനാവശ്യ പലക്കത്തും അതൊക്കെ ഇതൊക്കെല്ലാം കാരണം അവിടെ. അതുകൊണ്ടിട്ട് ബാന്യ നല്ലതുണ്ടല്ലോ, ബാന്യ നല്ലത്. പക്ഷെ ഞങ്ങൾ അതിലെ ബാന്യത്തിൽ അതായത് ഈ അങ്കടിക്ക് പോകണമെങ്കിൽ അങ്ങനെ ആവശ്യക്കഴിഞ്ഞ സ്ഥലത്തോട്ട് പോകണം, ചുമ്മനാറവിടെ നിൽക്കുക തീരാന്നുള്ളത്. ഇപ്പൊ ബാന്യം നല്ല തന്നെ നല്ല നിങ്ങൾ ഞാൻ ഫസ്റ്റ് കുറെ ഓതി വെച്ച ഹദീസ് ഉണ്ടല്ലേ, നല്ല വിശ്വസ്തരായ ബാന്യക്കാർ വിശ്വസ്തരാണ്, നേറുകാരാണ് എന്ന് അമ്പിയാക്കും സുഹദാക്കളോട് കൂടെ ചൊന്നല്ലേ. അപ്പൊ നല്ല കാര്യം തന്നെ, പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം തന്നെ. സമ്പത്ത് ഉണ്ടാക്കുള്ള ചെറു തന്നെയായിട്ട് സമ്പത്ത് ഉണ്ടാക്കലേക്ക് ഇസ്ലാം എന്ത് വിരോധമില്ല. അപ്പൊ ഒരു ഹദീസിൽ കാണാം അതൊക്കെ കൊടുത്തിട്ട് ഒരാൾക്കും കുറഞ്ഞു പോവല എന്നുള്ളത്. അപ്പൊ സദക്ക കൊടുത്ത് കുറഞ്ഞുകൊണ്ട് സദക്കടേക്കാൾ എത്രയോ വിലയായിട്ട് സക്കാത്ത് എന്നുള്ളത്. അങ്ങ് ഫർള് നിസ്കാരവും സുന്നത്ത് നിസ്കാരം എന്നതുപോലെ സക്കാത്ത് ഫർളായിട്ട് ഏറ്റവും വലിയതായിട്ട്. അപ്പൊ അതുകൊണ്ടിട്ട് ഇതൊക്കെ മനസ്സിലാക്കി നല്ല നിലക്കറിഞ്ഞ് അതിന്റെ മസാലകളൊക്കെ കാര്യമായി മനസ്സിലാക്കി സക്കാത്ത് കൊടുത്ത് ബാന്യങ്ങളും അതൊക്കെ അള്ളാഹുന്റെ താഅത്തിലാവണം. അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ, സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ, സജ്ജനങ്ങളിൽ പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.